ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, എൽസി ജോസഫ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒത്തിരി വലിയ അനുഭവങ്ങളുണ്ട്. അത് നമുക്ക് കേൾക്കാം. അതിനു മുന്നമേ തന്നെ നമുക്ക് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ് ദേവദാസി. Thank you for inviting me. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധാനത്തിൽ അടിയങ്ങളായിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസി ഹല്ലേലൂയ തൻ്റെ അനുഭവം പറയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നു, ദൈവകൃപയാൽ. ഓക്കെ. കർത്താവ് ദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കർത്താവ് ധാരാളം നിങ്ങളെ ദേശത്ത് ഉപയോഗിക്കട്ടെ. ജീവിതാനുഭവങ്ങളെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ജോയ്സ് ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ റേച്ചലിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം കർത്താവ് നമ്മുടെ രക്ഷകനും പരിപാലകനും വിടുവിക്കുന്നവനും നടത്തുന്നതിനും എന്നുവന്ന് കൂടിയിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വന്ദിക്കുവാൻ എനിക്ക് ഒരു അവസരം കിട്ടിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ ഓരോരുത്തരെയും അവൻ തിരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത വർഗമായി തീർത്തു. ഇരുട്ടിലിരുന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്തത് സത്യവും സൽഗുണവും നീതിയും പരിശുദ്ധിയോടെ ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമുക്ക് ഓരോ സമയത്തും ഓരോരോ അനുഭവങ്ങൾ തരുന്നത് ദൈവികമായ ഹല്ലേലൂയ സ്തോത്രം വിടുതലിന്റെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് അവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും ഇടയാക്കി തീർക്കേണ്ടതിനാണ്. മക്കളെ, ഞാൻ ഇവിടെ ചിക്കാഗോയിൽ നിന്ന് ടെക്സസ് സ്റ്റേറ്റിലേക്ക് മെക്സിക്കോ ബോർഡർ സൗത്ത് ബോർഡറിലേക്ക് കടന്നു വന്നിട്ട് 2 വർഷമേ ഞങ്ങൾ കുടുംബമായിട്ട് ആയിട്ടുള്ളൂ. ചിക്കാഗോയിൽ ഏകദേശം 30 വർഷം താമസിച്ചതിന് ശേഷമാണ് ഇവിടെ കടന്നു വന്നത്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്, 2 ബോയ്സ്. മൂത്ത മകൻ വിവാഹിതനാണ്. ഒരു കൊച്ചു പൈതല് ഞങ്ങൾക്ക് 1 വയസ്സുള്ള കൊച്ചുമകനുണ്ട്. ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ഔട്ടപ്പള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നോ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നൊന്നും അറിയാതെ ജീവിച്ച കാലയളവാണ്. കർത്താവിന്റെ കൃപയാല കരുണയാല് 2 ഡിഗ്രി ഒക്കെ എടുക്കുവാൻ ദൈവം സഹായിച്ചു. BSc ശേഷം BEdന് പോയതിനു ശേഷമാണ് ഞാൻ BSc നഴ്സിംഗിന് കടന്നു പോകാൻ ഇടയായിത്തീർന്നത്. പഠനത്തിലൊക്കെ ദൈവം അത്ഭുതകരമായി സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാൽ നല്ല സ്കോളർഷിപ്പോട് പഠിക്കുവാനും പഠിച്ച ക്ലാസ്സിലൊക്കെ ഒന്നാമതായി തീരുവാനും പ്രസിഡന്റ് മെഡൽ ലഭിക്കാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്നുമല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ രുചിച്ചറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അന്ന് യാക്കോബ ആ ഭവനത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ യേശുവായിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 1992 വിവാഹത്തോടനുബന്ധിച്ച് ഞാൻ ചിക്കാഗോയിലേക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം, എന്നാൽ വിവാഹത്തിന് ശേഷം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമാധാനപരമായ, ഒരു ലളിതമായ, സന്തോഷകരമായ കുടുംബ ജീവിതം ആശിച്ചുകൊണ്ട് ഞാൻ കടന്നു വരികയായിരുന്നു. എന്നാൽ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ വളരെ നിരാശയ്ക്കും ദുഃഖത്തിനും ഇടവരുമാറായിരുന്നു എന്റെ കുടുംബജീവിതമായി തീർന്നത്. അതിന് മറ്റൊന്നുമല്ല കാരണമായി തീർന്നത്. ഹല്ലേലൂയ. എന്റെ ഭർത്താവ് ഒരു ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യപാന ശീലം ഉണ്ടായിരുന്നു. തന്നെയുമല്ല, മദ്യപാനി മാത്രമല്ല, താൻ അനേക ദൈവങ്ങളെ
സേവിച്ചു പോന്നവരായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ അനേക സ്റ്റേറ്റുകൾ ജോലി ചെയ്തപ്പോൾ അവിടെയുള്ള ഓരോ ദൈവങ്ങളെയും തന്റെ കൂടെ കൂട്ടിയിട്ട് ആ ദൈവങ്ങളെയൊക്കെ പൂജിച്ചു വന്നവനായിരുന്നത് കൊണ്ട് തന്നെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അന്യദേവന്മാരെ സേവിക്കുന്നൊരു വേദന വർദ്ധിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തൊട്ടതിനും തൊടുന്നതും എല്ലാം കുറ്റമായി തീർന്നു. ഞാനൊരു സെൻസിറ്റീവ് പേഴ്സണും അത് തന്നെ മതിയല്ലോ കുടുംബസമാധാനം തകരുവാൻ. കുടുംബസമാധാനം തകർന്ന അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ഇതിനാണോ ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വന്നത്? എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നവൻ അവസാനത്തോളം തികയ്ക്കും. അവന്റെ പദ്ധതികളും പ്ലാനും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിയെടുക്കുവാൻ കർത്താവ് ചില മുഖാന്തരങ്ങളൊക്കെ ഒരുക്കുന്നതാണ്. അങ്ങനെ എന്റെ ഭർത്താവ് ഹല്ലേൽ കുടുംബസമാധാനം ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. സത്യദൈവത്തെ അറിയില്ല എങ്കിലും അറിയുന്നത് പോലെയൊക്കെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ വിചാരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞെങ്കിലും ഒന്ന്. എന്നാൽ ഹല്ലേലൂയ, ദൈവം എല്ലാത്തിനും ഉത്തരം നൽകുന്നവനാ. ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളുടെ ജീവിതത്തിൽ നിറവേറ്റിയെടുക്കുന്നതാ. ആ സമയത്താണ് ഭർത്താവ് ഒരു കരിസ്മാറ്റിക് റിട്രീറ്റിനായിട്ട് ന്യൂയോർക്കിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ധ്യാനക്കാരുടെ ഒരു ധ്യാന കേന്ദ്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി 3 ദിവസം അവധിയെടുത്തു പോയി. 3 ദിവസം കഴിഞ്ഞ് താൻ തിരിച്ചു വന്നപ്പോൾ പ്ലെയിനിൽ വെച്ചാണ് ദൈവം തന്റെ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും തനിക്ക് രൂപാന്തരത്തിലേക്ക് നടത്തുകയും ചെയ്തത്. ആ പ്ലെയിനിൽ വെച്ച് തന്നെ താനോട് കർത്താവ് വ്യക്തമായിട്ട് ഇടപെടുകയും താൻ സേവിച്ചു പോന്ന ദൈവങ്ങളൊന്നും സത്യദൈവങ്ങളല്ല എന്നും ക്രൂശിൽ മരിച്ച ഹാലലി ജീവനം നൽകി തന്ന് പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവാണ് സത്യദൈവമെന്ന് തന്നോട് ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ പാപബോധം ഉണ്ടാകുകയും ഹാലിയെ താന് ആ ബോഡി പാസിലേക്ക് തന്നെ യേശു കർത്താവിനെ തന്റെ ദൈവമായി അംഗീകരിച്ചു. ഞാൻ ചിക്കാഗോയിലേക്ക് എന്റെ ഹസ്ബൻഡ് കടന്നു വന്നപ്പോൾ ഒരു വലിയ മാറ്റം തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് കാണുവാനിടയായി തീർന്നു. അവിടെ വെച്ചിരുന്ന മദ്യക്കുപ്പികളൊക്കെ താന് ഒഴിച്ച് കളയുകയും പിന്നീട് ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തു. അത് തന്നെയുമല്ല, പെട്ടെന്ന് കോപിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി? ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതുതായി തീർന്നിരിക്കുന്നുവെന്ന്. താന് ഹല്ലേലൂയ സ്തോത്രം തന്റെ ആ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. മദ്യപാനം നിർത്തി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, എന്നോട് സൗമ്യമായി ഇടപെടാൻ തുടങ്ങി, സ്നേഹം വർദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ പല മാറ്റങ്ങളും കാണുവാൻ ഇടയായി. അത് തന്നെയുമല്ല, ഈ സത്യ വചനം എനിക്ക് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം കർത്താവ് തുറക്കാനിടയായി തീർന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശു ഞങ്ങളുടെ ഭവനം പണിയുവാൻ തുടങ്ങി. ഉടനെ തന്നെ എന്റെ ഭർത്താവിന് വലിയൊരു വാഞ്ചയായിരുന്നു എല്ലാവരോടും സുവിശേഷം പറയണമെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യം കരിസ്മാറ്റിക് ആ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ പറയട്ടെ, അവിടെ വെച്ചൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ താന് പരിശുദ്ധാത്മ നിറഞ്ഞ് അന്യ ആരാധനകളെ കുറിച്ചും പണിവാളന്മാരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനിടയായി. സത്യദൈവം നമുക്ക് വേണ്ടി മരിച്ചിരിക്കെ മറ്റുള്ളവരോട് ആ കന്യാ മറിയാമിനോടും പുണ്യവാളന്മാരോടും പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ എന്നൊക്കെ താൻ ചോദിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർക്ക് തന്നോട് അനിഷ്ടമായി. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാതെയായി. എന്നാൽ ദൈവം മറ്റൊരു വഴി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഒരു പാസ്റ്റർ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അദ്ദേഹവുമായി എന്റെ ഭർത്താവ് കണ്ടുമുട്ടുവാനും പിന്നെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനും അദ്ദേഹം ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ ഇടയായിരുന്നു. അത് തന്നെയുമല്ല, വർഗീസ് സച്ചാനു എന്ന് പറഞ്ഞ HMTയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ദൈവദാസനും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുവാനും വചന പഠിപ്പിക്കുവാനും തുടങ്ങി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, സത്യവചനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയും പാപഭോജനം മാനസാന്തര ബലം കാക്കുകയും വേണം. അതിന് സത്യവചനം പഠിപ്പിക്കുന്ന ചേർച്ചിൽ തന്നെ കടന്നു പോകണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഒരു അസംബ്ലി സ്കൂൾ ചേർച്ചിൽ ചേരുകയും അങ്ങനെ ഞങ്ങൾ കർത്താവ്
കർത്താവിന്റെ വേലയിലും അല്പമായി ഒക്കെ ചെയ്യുവാൻ, ബൈബിൾ കൊടുക്കുവാൻ, ട്രാക്റ്റുകൾ കൊടുക്കുവാൻ, ചിലരോടൊക്കെ സുവിശേഷം പറയാൻ തുടങ്ങി. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ സമയത്താണ് ഏകദേശം 4 വർഷം ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മാരകമായ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന രോഗം വരുവാനിടയായി തീർന്നു. ഡോക്ടർമാര് 3 മാസമാണ് എനിക്ക് അവധി പറഞ്ഞത്. ഞാനൊരു നഴ്സായി ജോലി ചെയ്യാണ്. എന്റെ ശരീരത്തിൽ ജോണ്ടിസ് ആയിട്ടും പനിയായിട്ടുമാണ് അത് വെളിപ്പെട്ട് വന്നത്. എന്നാൽ 3 മാസം മാത്രം അവധി പറഞ്ഞു. 2002 മാർച്ച് മാസത്തിലാണ്. എന്നാൽ ഇപ്പോൾ 2024 ജൂൺ മാസമായിരിക്കുന്നു. 22 വർഷങ്ങൾ ഹല്ലേലൂയ കർത്താവ് എന്നെ ജീവിപ്പിച്ചു. ആ പൂർണ്ണ ആരോഗ്യവും രോഗശാന്തിയും നൽകി. സത്യത്തിന്റെ സമാധാന സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ രേഖകളെ കർത്താവ് മാറ്റി എഴുതുവാനിടയായി തീർന്നു. ഞാൻ വലിയൊരു സർജറിയിലൂടെ കടന്നുപോയി. അനേക മണിക്കൂറുകൾ, 9.5 മണിക്കൂർ നീണ്ടുന്ന സർജറി ആയിരുന്നു. എന്റെ ശരീരത്തിന്റെ പല ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് പല അവയവങ്ങളും പ്രവർത്തനരഹിതമായിരുന്നു. എന്നാൽ ദൈവമക്കളെ, വലിയ സർജറിയിലൂടെ കടന്നുപോയപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് 7 അവയവങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ മുറിച്ചു മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ പാൻക്രിയാസ് 3/4 ഭാഗം എടുത്തു കളഞ്ഞു. എന്റെ ആമാശയം പകുതി ഭാഗം എടുത്തു കളഞ്ഞതാണ്. എന്റെ ലിംഫ് നോഡ് 23 നീക്കം ചെയ്തതാണ്. ഡിയോഡിനം കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. ജജനം 20 സെന്റിമീറ്റർ റിമൂവ് ചെയ്തു. ബൈൽ ഡക്ട്, പാൻക്രിയാറ്റിക് ഡക്ട്, ഗോൾ ബ്ലാഡർ, അങ്ങനെ അനേക അവയവങ്ങളില്ലാത്ത ജീവിതമാണ് ഞാൻ. എന്നാൽ നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ രോഗങ്ങളെ വഹിച്ച, വ്യാധികളെ ചുമന്ന ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതിയതാണ് 3 മാസം. ഇന്നേക്ക് 22 വർഷമായിട്ട് ടേർമിനൽ സ്റ്റേജ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന ആ വിടിവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ തൊട്ടവരും അവരെ തൊട്ടവരും സൗഖ്യമായതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന കേൾവിക്കാരെ, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ വിളിച്ചപേക്ഷിക്കുക. വിശ്വസ്തനായ ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 9 മണിക്കൂർ സർജറി ചെയ്ത് 7 അവയവങ്ങൾ നീക്കം ചെയ്തപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഹാൻഡിക്യാപ്റ്റ് എന്ന് എന്റെ മെഡിക്കൽ റെക്കോർഡിൽ എഴുതി വെച്ചു. എനിക്ക് ജോലിക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്നതിന് മാത്രമല്ല, ശക്തനും ബലവാനും വീരനുമായ യഹോവയാണ്. ഹല്ലേലൂയ. എന്റെ അവയവങ്ങളെ റീക്രിയേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ആ കർത്താവ് എന്നെ ജോലിക്ക് തിരിച്ചയച്ചു. അനേക പ്രൊമോഷനുകൾ നൽകുവാൻ ഇടയായി. അന്ന് ഞാനൊരു നഴ്സായിരുന്നു. പിന്നീട് ക്വാളിറ്റി നഴ്സായിട്ടും നഴ്സ് മാനേജറായിട്ടും നഴ്സിംഗ് സൂപ്പർവൈസറും പബ്ലിക് സർവീസ് അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിട്ട് ഉയർത്തുവാൻ ദൈവം നമ്മളെ അടിയന് സഹായം നൽകി. ദൈവത്തെ മാനിക്കുന്നവരെ അവൻ മാനിക്കുന്ന ദൈവമാ. ദൈവമക്കളെ, ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാം ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നുവെങ്കിൽ അവൻ നമ്മോടും അടുത്ത് വരുന്ന ദൈവമാണ്. എന്നാൽ രോഗത്തിന്റെ കഷ്ടത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, അസാഫ് ചോദിച്ചതുപോലെ ദുഷ്ടന്മാർക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി എനിക്ക് എന്ത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം കർത്താവിന്റെ സന്നിധിയിൽ അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ദൈവം അനേക കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ ദൈവം ഇടപെടുവാൻ തുടങ്ങി. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് he will involve in our life. He is a God who will speak to us. നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും നടത്തുകയും നമ്മളെ ദർശനങ്ങൾ കാണിക്കുകയും സ്വപ്നത്തിലൂടെ ഒക്കെ ഇടപെടുന്ന യേശുവാണ് നമ്മുടെ കർത്താവ്. സ്നേഹത്തിന്റെ നാഥൻ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, കാക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, അവനെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. The Lord, hallelujah, told me the fire in your life is not to burn you but to purify you. The water you are going through is not to drown you but to cleanse you for the future glory. Hallelujah. ദൈവമക്കളെ, കഷ്ടത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നത് നമ്മുടെ ജഡം ഒന്ന് മാറുവാനാ, നമ്മുടെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി ഹല്ലേലൂയ നമ്മള് ശരിയായി കർത്താവിന്റെ ഒരു പൈതലായി തീരുവാനാ. നമ്മുടെ സ്വഭാവം ഹല്ലേലൂയ ആ മിനുസമുള്ള ഒരു കല്ലാക്കി മാറ്റുവാൻ, നമ്മുടെ കൂർത്ത മൂർത്ത വശങ്ങളെ സ്വഭാവത്തിന്റെ ഒക്കെ ചെത്തിക്കളയുവാനാണ്. നമ്മളെ തകർക്കുന്നത് ഹല്ലേലൂയ നമ്മളെ തകർത്ത് കളയാനല്ല, പഴുതെടുത്തൊരു പടിയായുധമായി തീരുവാനാണ്, പതിര് മാറ്റുവാനാണ് നമ്മളെ മെതിക്കുന്നത്. ചില കാര്യങ്ങൾ പുതിയത് പഠിപ്പിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ പല ടെസ്റ്റുകൾ ഉണ്ടാവും. ടെസ്റ്റ് ഈസ് ഫോർ ദ
testimony. Hallelujah. Without cross there is no crown, dear children of God. Hallelujah. ദൈവത്തിന്റെ സന്നിധിയിൽ പല ടെസ്റ്റുകൾ കടന്നുപോയി ദൈവത്തെ ഹാലേലുയ രുചിച്ചറിയുവാൻ കർത്തവിടയാക്കി. അനേക പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതെന്ന്. എന്നാൽ പലപ്പോഴും ദൈവാത്മാവ് തന്നെ എന്നെ ഹാലേലു പലപ്പോഴും സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഓരോ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരുന്നു. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, അനേക രാജ്യങ്ങളിൽ ഞാൻ പോകും, ചില മലകളിലൊക്കെ കയറുന്നതും ചിലയിടത്ത് സാക്ഷിയായി നിൽക്കുന്നതും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ചിലരൊക്കെ അഭിഷേകം പ്രാപിക്കുന്നതും രോഗികൾ സൗഖ്യമായി തീരുന്നതും ഒക്കെ കർത്താവ് കാണിക്കാനിടയായി. ഹാലേലുയ. ദൈവത്തിന്റെ ആ സന്നിധിയിൽ താണിരുന്നപ്പോൾ ഹാലേലുയ ദൈവം അനേക കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ചിലപ്പോൾ നമുക്കും പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കുന്നവരായിത്തീരുന്നുവോ? അല്ല ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പഠിപ്പിക്കേണ്ട പാഠത്തിന് വേണ്ടി അവന്റെ കൈക്ക് നാം താണിരിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് അവൻ ഉയർത്തുന്ന ദൈവമാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, അനേകരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ നീ പ്രാർത്ഥന മുന്നേറണം. യുദ്ധത്തിനായി നമ്മുടെ കൈകളെയും പോരിനായി വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന കർത്താവ് പ്രാർത്ഥിച്ച് ജയം നേടേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുന്നേറണം ദൈവമക്കളെ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ആയുസ് നീട്ടിക്കൊടുത്ത ദൈവം പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ പാടി സ്തുതിച്ചപ്പോൾ ചിലർ രക്ഷിക്കപ്പെട്ടതുപോലെ യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ എതിരെ നിന്ന് ഏശാവിന്റെ ഹൃദയം ദൈവം മാറ്റിയതുപോലെ, മോശ പ്രാർത്ഥിച്ച ചെങ്കടൽ മാറിയതുപോലെ, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നതുപോലെ ചിലപ്പോൾ നമ്മെ ദൈവം യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുവാൻ എങ്ങനെ പഠിപ്പിക്കുവാനൊക്കെ ഈ കഷ്ടത്തിലൂടെ കടത്തിവിടും. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, വചനം എന്ന് പറയുന്നത് നമ്മുടെ സകല ദേഹത്തിനും സൗഖ്യമാണ്. അത് ചൈതന്യമാണ്, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. നാം അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ വർണ്ണിക്കും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും, എന്റെ ദൈവത്തെ കത്തിക്കും, എന്റെ ദൈവത്തെ വാർത്ത പ്രകാശമാക്കും. അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, പോസിറ്റീവ്ലി കൺഫസ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. പിന്നെ എന്നോട് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, ആ ദൈവത്തെ അന്യഭാഷ ആരാധിച്ച് സ്തുതിപ്പാൻ. ദൈവാത്മാവ് നമ്മളെയൊക്കെ പരിശുദ്ധം നിറച്ചിട്ടുള്ളതല്ലേ? പരിശുദ്ധാത്മാവൽ നിറഞ്ഞ നാം ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ യുദ്ധങ്ങൾ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ടാഞ്ചിബിൾ പ്രസൻസ് നമുക്ക് അനുഭവിപ്പാനിടയായി തീരും. അങ്ങനെ ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നു. പിന്നെയും ദൈവം എനിക്ക് ദർശനങ്ങൾ നൽകി, സ്വപ്നങ്ങൾ നൽകി. ഒരിക്കൽ ഞാൻ ആ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ വീണ്ടും എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഞാൻ വീണ്ടും എഴുന്നേറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കുകയാണ്. എന്തോ ഒരു ഭാരം എനിക്ക് തന്നു. എന്തോ ഒരു വിഷയം വരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം ഞാൻ ഉച്ചവരെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയിരുന്നു. ഒരു 10 മണിയായപ്പോൾ എന്റെ ഭവനത്തിലേക്ക് ഒരു കോളിംഗ് ബെല്ലടിച്ച് ഒരു സഹോദരി കടന്നു വന്നു. ഞാൻ വിചാരിച്ചു, എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ്, ഒരു കാത്തലിക് വിശ്വാസത്തിലുള്ള സഹോദരിയാണ്. ഞാൻ എന്താണ് കാര്യമെന്ന് ഒക്കെ പറഞ്ഞ് ചായ കൊടുത്തതിന് ശേഷം അല്പം ടെസ്റ്റിമണിയും വചനമൊക്കെ പറയാൻ തുടങ്ങി. അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഒന്ന് നിനക്കറിയുമോ എൽസി, ഞാൻ ഇന്ന് കാത്തലിക് ചർച്ച് കുർബാന കഴിഞ്ഞ് എന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. അന്നേരം നിന്റെ വീടിന്റെ അടുത്ത് എത്തിയപ്പോൾ എന്നോട് ആരോ പറയുകയാണ്, എൽസിയെ പോയി കാണുക, എൽസിയെ പോയി കാണുക എന്ന്. അങ്ങനെ അവൾ കടന്നു വന്നതാണ്. അവൾ പറഞ്ഞു, ഇന്നതാണ് വിഷയം, ഞാൻ ഇന്നൊരു തീരുമാനമെടുത്താണ് എന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് എന്റെ തീരുമാനം. ഞാൻ എന്റെ ഭർത്താവിനെ കൊല്ലും, അത് കഴിഞ്ഞ് ഞാനും ആത്മഹത്യ ചെയ്ത് മരിക്കും. അങ്ങനെ തീരുമാനമെടുത്ത് അവൾ പോവുകയാണ്. എന്നാൽ ദൈവമക്കളെ, ചിലരുടെ മരണം മാറുവാൻ, ചിലരുടെ ആത്മഹത്യ മാറുവാൻ, ചിലരുടെ ഹോമിസൈഡ് ടെൻഡൻസി മാറുവാൻ, ചിലരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ നാം അന്യഭാഷ ആരാധിക്കുമ്പോൾ ദൈവം അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ആ ദൈവദാസി ആ
തീരുമാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ച് കടന്നുവതിനിടയായി തീർന്നു. ദൈവമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ദൈവം ചില ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തി, കൂട്ടിവരുത്തി അവർക്ക് വിടുതൽ കൊടുക്കുവാനിടയായി തീരും. പിന്നെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഹല്ലേലൂയ, എന്തിനാണ് പരിശുദ്ധാത്മാവ്? വിറ്റ്നസ് ചെയ്യാനാണ്. ഹല്ലേലൂയ. Sometimes the power, hallelujah, the power of the Holy Spirit to pull down the strongholds of Satan. നാം മുന്നോട്ട് പോകുന്നത് സാത്താൻ ഇഷ്ടമല്ല. നമ്മളെ വിജയത്തിലേക്ക് നടത്താതിരിക്കാൻ പല obstacles വരും. So it is a power to overcome the struggles and trials in our life, dear children of God. It is to win over the situation. Hallelujah. It is to empower us. It is to rescue us from situation. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് വിടുതൽ തന്നു. അത് തന്നെയുമല്ല, ആ രോഗത്തിന്റെ അവസ്ഥ അനേക പ്രാവശ്യം ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയടയായി തീർന്നു. വന്നാല് ഞാൻ ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയുന്നുവെങ്കിലും ഒത്തിരി വലിയ ഒരു രോഗമാണ് എനിക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല അവയവങ്ങളും പിന്നെ വർക്ക് ചെയ്യാതെയായി. എന്റെ ലങ്സില് മുഴുവനുമായിട്ട് വെള്ളം കയറുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ എന്റെ ലിവർ 10 times എൻലാർജ്ഡ് ആയി, സാധാരണ സൈസിനേക്കാളും. അത് തന്നെയുമല്ല, എന്റെ ടോട്ടൽ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിട്ട് പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് എല്ലാം നിലച്ചുപോയി. അങ്ങനെ ഞാൻ ICUലൊക്കെ ചില ദിവസങ്ങൾ കിടക്കേണ്ടി വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയാണ് ദൈവം ഉദ്ധരിച്ച് എന്നെ ജീവിപ്പിച്ചത്. പല അവയവങ്ങളില്ലാത്ത എനിക്ക് വീണ്ടും ഹല്ലേലൂയ എല്ലാ ഭക്ഷണം കഴിക്കുവാന്, ഒരു വൈഫ്ലി ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുവാന്, ഒരു മദറിന്റെ എല്ലാ ഡ്യൂട്ടീസ് ചെയ്യുവാൻ എല്ലാം ദൈവം ഇടയാക്കി. അനേക രാജ്യങ്ങളിൽ പോകുവാൻ, 50-ൽ പരം രാജ്യങ്ങളിൽ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എന്റെ കർത്താവിന്റെ സ്നേഹം അധികമായി രുചിച്ചറിയാനിടയായി തീർന്നു. ഒരിക്കലും ഞാൻ വായിച്ചാൻ ജോലിക്ക് പോയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ 2 സ്കൂളിലും പോയി. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ രോഗം വല്ലാത്തൊരു രോഗമാണല്ലോ, ഒത്തിരി നാളായി ഈ രോഗം എനിക്ക് മാറുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നപ്പോൾ ദൈവമക്കളെ, ഞാൻ അങ്ങനെ പറഞ്ഞ് കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അല്പം കരയുകയൊക്കെ ചെയ്തപ്പോൾ ദൈവമക്കളെ എന്താണെന്നോ, ദൈവം ഒരു ദൂതനെ വിട്ട് എന്റെ അടുക്കളയിൽ ഇരുന്ന ആ ടേപ്പ് റെക്കോർഡർ തന്നെത്താൻ ഓണാക്കുവാനിടയായി തീർന്നു. അന്ന് ഞാൻ കേട്ടത് ഇതാണ്: ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു, താതൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാർവോട് ചേർത്തണച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ കർത്താവിനോട് പറയാണ്, ഞാന് എന്റെ ലിവിംഗ് റൂമിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എന്റെ അടുക്കളയിൽ ഇരുന്ന ആ ടേപ്പ് റെക്കോർഡ് തന്നെ ഓണായി ഈ പാട്ട് എന്നെ കേൾപ്പിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഏതിരിലിന്റെ അവസ്ഥയിലും നിന്നെ വിടുവിച്ച് എന്നോട് മാർവോട് ചേർത്തണയ്ക്കുവാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. ഹല്ലേലൂയ. ദൂതന്മാര് നമുക്ക് ചുറ്റും, ഭക്തന്മാരുടെ ചുറ്റും വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതുപോലെ ഞാൻ ഒരിക്കല് ഹല്ലേലൂയ, എന്റെ മോന് 6 വയസ്സ് പ്രായമേ അന്നുള്ളൂ, മറ്റേ മോന് 9 വയസ്സ് പ്രായവും. എനിക്ക് അസുഖം 22 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് കുഞ്ഞെന്നോട് ചോദിക്കുകയാണ്, മമ്മി, യു ആർ സിക്ക് ഫോർ ലോങ് ടൈം, ഹൗ കം യു ആർ നോട്ട് ഗിവിംഗ് മീ ബാത്ത് എനിമോർ, ഐ ഡോണ്ട് വാണ്ട് ആന്റി ടു ഗിവ് മീ എ ഷവർ. വായിച്ചെന്റെ പെങ്ങള് എന്നെ വന്ന് സഹായിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഷവർക്ക് കൊടുക്കുവാനായിട്ട്. എന്നാൽ അങ്ങനെ കുഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ വിചാരിച്ചു, ഇതുവരെ കർത്താവെ ഈ രോഗത്തുനിന്ന് എന്നെ വിടുവിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ബെഡ്റൂമിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ ഇപ്പോൾ തന്നെ ഒരു തീയിറക്കി എന്നെ സൗഖ്യമാക്കണമേ, എന്റെ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കുവാൻ എനിക്ക് ബലമില്ലല്ലോ. ഞാൻ 110 പൗണ്ട് ഉണ്ടായിരുന്ന ആൾ 80 പൗണ്ടായി, അന്ന് കുറഞ്ഞായിരുന്നു. എനിക്ക് അത്രയും ബലമൊന്നും തന്നെ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ മോൻ ചോദിക്കുവാനിടയായി തീർന്നത്. കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ ഞാൻ എടുക്കുന്ന സമയമാണ്. എന്റെ തലയിലെ മുടി പോലും പൊഴിക്കാതെ ദൈവം സൂക്ഷിച്ചു. പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വന്നുവെങ്കിലും ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാനിടയായി. എന്നാൽ ആ മുട്ടിന്മേലിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, കർത്താവെ അങ്ങനെ സ്നേഹിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് പലർക്കും വിടുതലുണ്ടായിട്ട് എനിക്ക് വിടുതല് ഇപ്പോൾ ലഭിക്കാത്തത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. നമുക്ക് കർത്താവിനോട് തുറന്നു
പറഞ്ഞാൽ അവിടുന്ന് കോപിക്കുന്ന ദൈവം ഒന്നുമല്ല. എന്നാൽ ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം ഞാനൊരു പ്രാർത്ഥനയിൽ കടന്നുപോയി. എന്നെ അറിയാത്തൊരു ദൈവദാസൻ അവിടെ കടന്നു വന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. അന്ന് എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രവചിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഇന്നലെ നീ നിന്റെ ബെഡ്റൂമിൽ വരുന്ന ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചില്ലേ, ഒരു തീ അയച്ച് എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് വിടുതലില്ലേ കർത്താവേ, എന്റെ മകനെ എന്ന് ഞാൻ സഹായിക്കാൻ പറ്റും എന്നൊക്കെ നീ ചോദിച്ചില്ലേ എന്ന് പറഞ്ഞ ദൈവദാസ് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു ലാസറിന്റെ പോലെ മണ്ണിന്റെ അടിയിൽ നിന്നിരിക്കേണ്ടവളാണ്, എന്നാൽ നിന്നെ സൗഖ്യമാക്കിയ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. നിന്നെ കുറിച്ച് എനിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. നിന്നെ പല രാജ്യങ്ങളിലായിരിക്കും, പല ദേശങ്ങളിലായിരിക്കും, പല സ്ഥലത്ത് നീ സാക്ഷിയായി നിൽക്കും, പലർക്കൊരു അനുഗ്രഹമായി പാത്രമായി തീരുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ എന്റെ ബെഡ്റൂമിൽ ഇരുന്ന് മറ്റാരും കേൾക്കുവാനില്ല. എന്നാൽ ആ പറഞ്ഞ അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ എന്നോട് സംസാരിച്ചതിന്റെ കാര്യം എന്താണ്? നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. നാം ഹല്ലേലൂയ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അഭയാചന കഴിക്കുന്നത്, നമ്മുടെ ദീർഘവിശ്വാസങ്ങൾ ഹല്ലേലൂയ നാം പതുക്കെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പിന്നീട് ആശ്വാസം പകരുന്ന ദൈവമുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, അവിടുന്ന് വലിയവനാ. പിന്നെയും എനിക്ക് ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഇടയായി തീർന്നത്, ഞാൻ സർജറിയിലൂടെ കടന്നുപോയ കാര്യം പറഞ്ഞല്ലോ. 9.5 മണിക്കൂർ സർജറിയുടെ തലേ ദിവസം എന്നെ ചോദിച്ചിരുന്ന കുറെ സഹോദരങ്ങളൊക്കെ എന്നെ കാണുവാൻ വന്നു. അവര് എന്റെ ബെഡിന് ചുറ്റും നിന്നുകൊണ്ട് 7 പേര് കൈപിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാനപ്പോൾ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചു. അപ്പോൾ എന്നോട് കർത്താവ് മന്ദമായി ഇടപെടുകയാണ്, എന്നോടൊരു സംശയം കേൾപ്പിക്കുകയാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ശബ്ദം ഓഡിബിളായിട്ട് ഞാൻ കേൾക്കുകയാണ്. അതേസമയം തന്നെ എന്റെ ആ ഹോസ്പിറ്റൽ ബെഡ് ഒരു തൊട്ടിലാടുന്നത് പോലെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ താരാട്ട് പാടുമോ അതുപോലെ ആട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു വലിയ ടാഞ്ചിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചേറടിയായിരുന്നു. എന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു, പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. വന്നവരൊക്കെ വളരെ സഹതാപത്തോടെ നിന്നുവെങ്കിലും അവരെയൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചു വിടുവാനിടയായി തീർന്നു. അങ്ങനെയാണ് സർജറി ഒക്കെ ചെയ്യുവാനിടയായി തീർന്നത്. എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് എനിക്ക് വിടുതൽ നൽകിക്കൊണ്ടിരുന്നു. അനേക സ്വപ്നങ്ങളും ദർശനങ്ങളും കാണിച്ചു. പലപ്പോഴും ഈ രോഗമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദൈവദാസന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞതാണ് ക്യാൻസർ എന്ന രോഗം വരുമെന്ന്. 2001 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അന്ന് ആ ദൈവദാസൻ പറഞ്ഞുവെങ്കിലും പിന്നീട് 6 മാസം കഴിഞ്ഞാണ് രോഗം വരുന്നത്. എന്നാൽ അന്ന് ഇതിനൊക്കെ പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്നൊന്നും ആ പുതിയ ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, എന്റെ ബെഡ്റൂമിൽ നിന്നാണ് പറഞ്ഞത്, കർത്താവെ, അങ്ങ് ക്യാൻസർ വിടിവിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് ക്യാൻസറെ വിടിവിച്ചാൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളാം അങ്ങ് ക്യാൻസർ വിടിവിക്കുന്ന സർവശക്തനായ ദൈവമാണെന്ന്, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന്, യഹോവയ്ക്ക് അസാധ്യമായ എല്ലാ കാര്യം കൊണ്ട് അത് പറഞ്ഞുകൊള്ളാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ദൈവം എന്നെ വിടിവിച്ചതും പല രാജ്യങ്ങൾ അയക്കേണ്ടയായി തീർന്നത്. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചത് നല്ലൊരു പ്രകാശമായി തീരാന്, നല്ലൊരു ബലമുള്ള വൃക്ഷമായി തീരാന്, അങ്ങനെയുള്ള അനേക സാക്ഷ്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, ഞങ്ങൾ പറഞ്ഞുവല്ലോ, മെക്സിക്കോ ബോർഡർ മെക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ആയിട്ടുള്ളത്. പല സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നു. പ്രത്യേകിച്ച് മെക്സിക്കോയുടെ ഉൾഗ്രാമങ്ങളിൽ ഹല്ലേലൂയ, സാൻ ലൂയിസ്, വെരാക്രൂസ്, മൊൺട്രി, ടെറാൻ എന്ന പല ദേശങ്ങളില്, റെയ്നോസ്, റിയോബ്രാം, അങ്ങനെ പല ദേശങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒത്തിരി അന്ന് കർത്താവ് പറഞ്ഞ പല വാഗ്ദത്തങ്ങളും അവൻ നിവർത്തിച്ചെടുക്കുകയാണ്. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞാണ് ചില മലകളിലൊക്കെ കയറുമെന്ന്. അങ്ങനെ പല മലകളില്, മെക്സിക്കോയുടെ മലകളിൽ കയറുവാൻ, ചില ട്രൈബൽ ആളോട് സുവിശേഷം പറയാൻ, ചിലരൊക്കെ സമർപ്പിക്കപ്പെടുവാൻ, അവർക്കൊക്കെ ഫുഡ് പാക്കറ്റ് കൂടെ കൊടുക്കുവാൻ ഒക്കെ ഇടയാക്കി തീർക്കുന്നു. ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ പോയാല് 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്.
ഹല്ലേലൂയ അത്ഭുതകരമായി ദൈവം പലരെയും വിടുവിക്കും. അനേക അനർത്ഥങ്ങൾ സംഭവിക്കാവുന്ന ഒരു പ്രദേശമാണ് മെക്സിക്കോ. പലരെയും കാറുകൾ തട്ടിക്കൊണ്ടുപോയി മിഷന്മാരൊക്കെ കൊല്ലുന്ന ഒരു ദേശമാണ്. പലപ്പോഴും ബസ്സിൽ പോയാൽ ബസ് മുഴുവനും ബസ് ഒട്ടാകെയുള്ള ആ പാസഞ്ചേഴ്സ് അടക്കം തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ അവിടെ ചിറകിൽ മരിച്ച് നിയോഗം എനിക്കുറ്റും പരിചയം എന്റെ തല ഉയർത്തുന്നവരും മഹത്വമെന്ന് എഴുതിയ കർത്താവ് നമ്മുടെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ച ദൂതന്മാരെ വിട്ട് നമ്മളെ ഹാലിലെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹാലിൽ ഒരിക്കൽ ഞങ്ങൾ മെക്സിക്കോയിലേക്ക് കടന്നു പോകുമ്പോൾ പല അർത്ഥങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ സഞ്ചരിച്ച വാഹനം അതിന്റെ ആക്സിൽ പൊട്ടി മറുവശത്തുള്ള ഹാലേലുയ റോഡിലായിപ്പോയി. ഹാലിൽ എതിരെ വരുന്ന വാഹനത്തിന് നേരെ. എന്നാൽ ഒരു ഹാലിൽ വാഹനവും തട്ടാതെ വണ്ണം ദൂതന്മാരെ കാവൽ ചെയ്ത് ദൈവം വിടുവിച്ചു. ഹാലേലുയ ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ഞങ്ങള് ബ്രേക്ക് പൊട്ടി ഞങ്ങൾ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഹാലേലുയ രാത്രി 10 മണിയായി. അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കുറവാണ്. യാതൊരു ഇന്റർനെറ്റ് കണക്ഷനും ഇല്ല. കാരണം താഴ്വാരത്ത് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് മുകളിലേക്ക് പോയത്. വരുമ്പോൾ 10:30 രാത്രിയായിരിക്കുകയാണ്. ദൈവമക്കളെ, പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി. ഞങ്ങളൊന്ന് ഓർക്കണം, മറുവശത്ത് കീഴ്ക്കാൻ തൂക്കായ വലിയ കൊക്കയാണ്. ഞങ്ങൾ മറിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് മരിക്കും. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ തട്ടി ഒരു മണത്തിട്ടയിൽ നിൽക്കുവാനും പിന്നീട് 2 മോട്ടോർ സൈക്കിളിൽ വന്ന പാസഞ്ചേഴ്സ് ഞങ്ങളെ സഹായിച്ച് മറ്റു താഴേക്ക് പോകുവാൻ, ചില വാഹനത്തെ അയക്കാനൊക്കെ ഇടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം നാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ അവൻ നമ്മളെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ടറാണ് എന്ന് മറന്നു പോകരുത്. ഒരിക്കൽ ഞങ്ങളുടെ ഹാലേലുയ കാറ് ഞങ്ങൾ സഞ്ചരിച്ച ആ കാറിന്റെ ആ ബാറ്ററി ഡെഡായി. അപ്പോൾ നമുക്കറിയാമല്ലോ, മെക്സിക്കോ എന്ന് പറയുമ്പോൾ ഒത്തിരി ഡ്രഗ് ഡീലേഴ്സും കാർട്ടൽസ് ഒക്കെ ഉള്ളവരാണ്. അവർ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹാലേലുയ, അത്ഭുതം എന്ന് പറയട്ടെ, ഡെഡായി വണ്ടി ഓടുവാൻ തുടങ്ങി. അടുത്ത ഒരു വർക്ക്ഷോപ്പ് വരെ ആ ഡെഡായ ബാറ്ററിയുമായി വണ്ടി ഓടി എന്നുള്ളത് ഒരു അത്ഭുതമായ ഹാലേലുയ സാക്ഷ്യമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആ ബാറ്ററി മാറുവാനൊക്കെ ദൈവം സഹായിച്ചു. അനേക രാജ്യങ്ങളിൽ കടന്നുപോയി. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ എന്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാനും പഠിച്ചത്. എന്നാൽ ദൈവമക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ച പല രാജ്യങ്ങളിലേക്കും പിന്നെ കർത്താവ് ഞങ്ങളെ അയക്കുകയുണ്ടായി. ഞങ്ങള് ചൈനയിലൊക്കെ പോയി അനേക അണ്ടർഗ്രൗണ്ട് ചേർച്ചുകളില് സാക്ഷ്യങ്ങളും വചനങ്ങളും പറയാനിടയായി തീർന്നു. അനേകർക്ക് ദൈവമാണ് വിടുതൽ കൊടുത്തു. ആ ദൈവമക്കളുടെ സ്നേഹമൊക്കെ നമ്മൾ ഓർത്താൽ അത്ഭുതമാണ്. അവിടെ വെച്ച് ഞങ്ങളെ കൊണ്ടുപോയ ഒരു പാസ്റ്റർ ഞങ്ങള് ഒരു ഗ്രാമത്തിലേക്ക് 10 മണിക്കൂർ ദൂരെ ബീജിങ്ങിൽ നിന്ന് ഞങ്ങൾ കടന്നുപോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, ഇവിടെ അടുത്ത് എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന് വലിയൊരു ആക്സിഡന്റ് പറ്റി തളർന്നു കിടക്കുകയാണ്. എന്നാൽ തളർന്നതിന് ശേഷം അദ്ദേഹത്തിന് ദൈവത്തോട് ദേഷ്യമാണ്. അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തു. ഹാലേലൂയ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. ചില വചനങ്ങൾ ദൈവം തന്നത് പറഞ്ഞു. ഹാലേലൂയ, ദൈവമക്കളെ, ഹാലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ആ ദൈവദാസന് ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹാലേലൂയ പ്രചോദനത്താൽ അവൻ കരയുകയും തന്റെ പാപങ്ങളേറ്റു പറയും. കർത്താവ് പിന്മാറി നിന്ന് അവനെ ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഹാലേലൂയ സ്തോത്രം പാട്ടുപാടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഹാലേലൂയ സാന്നിധ്യം ഇറങ്ങി വന്നു. തളർന്നു കിടന്നവനായ ആ മനുഷ്യനെ ദൈവം ഹാലേലൂയ ഉയർപ്പിച്ച് ഹാലേലൂയ ഉണർത്തി തന്നെ ബാത്റൂമിൽ പോകുവാൻ ഇടയാക്കി തീർത്തു. നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ യേശുവാണ്. നാം ദൈവത്തെ ഉയർത്തിയാൽ അവൻ നമ്മളെ ഉയർത്തുന്നവനാണ്. ചിലരെ തളർന്നു കിടക്കുന്നവരെ, പക്ഷപാത രോഗികളെ ഹാലേലൂയ ദൈവം ഹാലേലൂയ ഉണർത്തി നടക്കുമാറാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെ അനേക രാജ്യങ്ങളിൽ പോകാനിടയായി തീർന്നു. ആദ്യമായി ഞങ്ങൾ പോയത് കെനിയ എന്ന രാജ്യത്തായിരുന്നു. കെനിയയിൽ ഞങ്ങളുടെ ബാച്ചിയുടെ ജോലിയുള്ള ഒരു ടീമിന്റെ കൂടെയാണ് പോയത്. അവര് മിഷണറി ടീം എന്നൊക്കെ പറഞ്ഞാലും
അവിടെ ഞങ്ങള് അവരെ അധികവും ഇങ്ങനെ ഓരോ സവാരിയൊക്കെ കണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വിഷമായിരുന്നു, അയ്യോ നമ്മൾ മിഷണറി അവര് എക്സൈഷനാന്ന് പറഞ്ഞിട്ട്, ഇത് മിഷണറി പ്രവർത്തനാന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഓർഫനേജിൽ ഭക്ഷണം കൊടുത്ത് അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തതുള്ളല്ലോ. അവിടെ ഞങ്ങൾ സാക്ഷിയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് തൃപ്തിയായില്ല. അതുകൊണ്ട് തന്നെ ഭാവിച്ചാൽ രാത്രിയൊക്കെ പ്രാർത്ഥിച്ചു, ഞാനും ഇടയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അപ്പൊ ഭാവിച്ചാരോട് ദൈവാത്മാവ് സംസാരിച്ചു, രാവിലെ ഷമൂൽ എന്ന് പറഞ്ഞ ഒരാൾ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ വാതിൽ തുറന്ന് രാവിലെ ഭാഗ്യം ഷമൂലെ നോക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹോട്ടൽ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ ഷമൂൽ എന്ന് തന്നെയാണ്. ദൈവമക്കളെ, ദൈവം അങ്ങനെ വ്യക്തമായിട്ട് ഹല്ലേലൂയ നമ്മോട് അഡ്രസ്സും പേരും ഒക്കെ സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഷമൂലിനോട് ഇങ്ങനെ ആരാധനയുടെ കാര്യമൊക്കെ വായിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ഷമൂൽ പറഞ്ഞു, ഹല്ലേലൂയ, അങ്ങ് അകലെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് നടന്നു പോയാൽ ഒരു കൊച്ചി ഗ്രാമമുണ്ട്, അവിടെയാണ് എന്റെ വീട്. അവിടെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരികയാണ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ആഫ്രിക്കയാണെന്ന് ഓർക്കണം. നമുക്ക് ആരെയാണ് വിശ്വസിക്കുക? എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തോടെ ഞങ്ങൾ ആ 20 മിനിറ്റ് രാത്രി കാട്ടിലൂടെ പോയി ആ പാവങ്ങളോട് ഹല്ലേലൂയ സുവിശേഷം പറയുവാനിടയായി തീർന്നു. കർത്താവിന്റെ ഹല്ലേലൂയ കരുണയാൽ അനേകരെന്ന് വിടുവിക്കപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നാം ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവാത്മാവ് പ്രവർത്തിക്കാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. പോകുന്നതിന് മുമ്പ് തന്നെ, കെനിയയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചായിരുന്നു. എന്താണെന്നോ, അതിൽ വലിയൊരു ചേർച്ചിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതും അവിടെ ആ ഒത്തിരി പാസ്റ്റർമാരുടെ കൂടെ എന്റെ ബാബുച്ചാൻ ഇരിക്കുന്നതും ഒക്കെ എന്നെ കാണുവാനിടയായിപ്പെടുന്നു. ഞാൻ പറഞ്ഞു, വായിച്ച ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ഞങ്ങള് രാവിലെ ഒരു ചേർച്ചിൽ പോയി. ഞങ്ങൾക്ക് അവിടെ ആരും അറിയാത്തത് കൊണ്ട് നമുക്ക് ഒന്നും അവിടെ ഒരു സമയമൊന്നും കിട്ടിയില്ല, വലിയ ചർച്ചൊക്കെ ആയിരുന്നെങ്കിലും. അപ്പൊ വായിച്ചൻ പറഞ്ഞു, നമുക്ക് ഒരു ചർച്ചിന് യെല്ലോ പേജ് നോക്കി ചേർച്ചിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ യെല്ലോ പേജ് നോക്കി ഒരു ചർച്ചിനെ വിളിച്ചപ്പോൾ ആ പാസ്റ്റർ തന്നെ ഫോൺ എടുത്തു. അപ്പൊ നിങ്ങൾ എവിടുന്ന് വിളിക്കുന്ന? എന്നെ ചർച്ചിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, യു വെയിറ്റ് ദേ, ഐ വിൽ സെൻഡ് എ വെഹിക്കിൾ ടു ടേക്ക് യു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കാർ അയച്ചു. എന്ത് വിശ്വസിച്ചാണ് പോകുന്നത്? എന്നാൽ വിശ്വാസത്താൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ദൈവമക്കളെ, അവിടെ ചെന്നപ്പോഴാണ് എന്റെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് വരും നിശ്ചയം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തത്. ആ ബാബുച്ചാനെ ആ വലിയ ചേർച്ചിന്റെ ആ സ്റ്റേജിലേക്ക് ആ പാസ്റ്റർ കൂട്ടിക്കൊണ്ടുപോയി. 10 പാസ്റ്റർമാരിയ്ക്കുകയാണ്. അതിന്റെ ബാബുച്ചാനെയും ഇരുത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ സാക്ഷ്യം പറയുവാൻ ദൈവം അവസരമൊരുക്കി. 2000-ഓളം വരുന്ന ചേർച്ചില് ആരും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ കടന്നുപോയപ്പോൾ ദൈവം വഴിയൊരുക്കി. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ആ ദൈവദാസൻ ഞങ്ങളോട് പറയുകയുണ്ടായി. ദൈവമക്കളെ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, അതിശയം പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം, സ്തോത്രം. അതുപോലെ ഞങ്ങള് ന്യൂസിലാൻഡിൽ കടന്നു പോകാനിടയായി തീർന്നു. ന്യൂസിലാൻഡിൽ കടന്നുപോയപ്പോൾ അവിടെയും ഇതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഒത്തിരി മലയാളികള് ആയിട്ടൊക്കെ അധികം ബന്ധപ്പെടാതൊക്കെയാണ് പോകുന്നത്. എന്നാൽ ന്യൂസിലാൻഡിൽ വായിച്ചതിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ മലയാളി ബ്രദറാണ് ഞങ്ങളെ പിക്ക് ചെയ്തത്. എന്നാൽ അദ്ദേഹം വളരെ ഒരു സുവിശേഷ താല്പര്യമുള്ളവനായിരുന്നു. എന്നാൽ അന്ന് 2003 കാര്യമാണ്. അന്ന് അങ്ങനെ ഒത്തിരി മലയാളികളൊന്നും ന്യൂസിലാൻഡിലില്ല. ചെറിയൊരു മലയാളി കൂട്ടായ്മയുണ്ട്, അത് സാറ്റർഡേ ആണ്. അവിടെ ഞങ്ങൾ പോകാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് കോതമംഗലത്ത് പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ് അവിടെ കടന്നു വന്നിരിക്കുകയാണ്. അവൾ ആദ്യമായിട്ടാണ്, ആ 3 മാസമായി ന്യൂസിലാൻഡിൽ അവൾ കടന്നു വന്നെങ്കിലും ആദ്യമായിട്ടാണ് അവൾ അവിടെ കടന്നു വന്നത്. എന്നാൽ അവൾ ഇങ്ങനെ പറയുണ്ടായി, അവൾക്ക് വളരെ ഭയങ്കര അതിശയമായി, ഓ മിസ് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു, ഡു യു നോ വൺ തിങ്, യെസ്റ്റർഡേ വി വർ ടോക്കിംഗ് അബൌട്ട് യു. തലേ ദിവസം അവൻ എന്നെ കുറിച്ച് സംസാരിച്ചു വന്ന്, എങ്ങനെയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കടന്നു പോകുന്ന എന്നെ കുറിച്ച് ദൈവാത്മാവോട് സംസാരിച്ചു. അല്ലെങ്കിൽ അവരെ ചർച്ചിൽ ആദ്യമായിട്ട് കടന്നു വരാൻ ഇടയായി തീർന്നു. ഞാൻ അവിടെ ചെല്ലുമെന്ന് എങ്ങനെയാണ് ദൈവാത്മാവിടെ ഉള്ളിൽ ബോധ്യം കൊടുത്തത്. എനിക്ക് യാതൊരു കണക്ഷൻ അവരുമായിട്ട് ഇല്ലായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന് ഭക്തന്റെ കാലടികളെ ക്രമപ്പെടുത്തുന്ന ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട്
കൂടെ പോകുമ്പോൾ ദൈവാത്മാവ് നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. അല്ലെങ്കിൽ ചില ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുവാൻ, ചിലർക്ക് രക്ഷ വരുവാൻ, ചിലർക്ക് സൗഖ്യമുണ്ടാകുവാൻ ഒക്കെ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം ചെയ്തെടുക്കും. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ എന്റെ വേറൊരു സ്റ്റുഡന്റ് അവിടെ ഉണ്ടെന്ന് പറയാനിടയായിത്തീർന്നു. ആ വേറെ സ്റ്റുഡന്റ് വളരെ, അവരൊക്കെ യാക്കോബക്കാരാണ്, വളരെ വേദനയോടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് അവളുടെ കൊച്ചു പയ്യതില് ഒരു ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് ആയിട്ട് എല്ലാം തകർത്തു മുടിക്കുന്ന ഒരു കുഞ്ഞായി, എല്ലാം എടുത്തെറിയുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള കുഞ്ഞായി നിൽക്കുകയാണ്. ഞങ്ങള് പിന്നെയുള്ള എല്ലാ മീറ്റിംഗ് രണ്ടുപേരും വന്നു, അവര് വചനമൊക്കെ കേട്ടു. പിന്നെ ഞങ്ങൾ ആ യാക്കോബ കുടുംബത്തിലേക്ക്, എന്റെ സ്റ്റുഡന്റിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചു. മക്കളെ, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. അത്ഭുതകരമായിട്ട് കർത്താവ് കുഞ്ഞിന് വിടുതൽ കൊടുത്തു. അവര് രക്ഷിക്കപ്പെട്ടു, അവര് സ്നാനപ്പെട്ടു, അവരുടെ ഭവനത്തില് പ്രാർത്ഥന തുടങ്ങി. അനേകര് വെടിവെക്കപ്പെടുവാൻ അവരെ ദൈവം മുഖാന്തരമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അത് തന്നെയുമല്ല, ന്യൂസിലാൻഡിൽ ഞങ്ങൾ ഒരു പഞ്ചാബി കുടുംബത്തിൽ കടന്നു പോകാനിടയായിത്തീർന്നു. ആ പഞ്ചാബി ബ്രദർ ഒരു സ്ട്രോക്ക് വന്നിട്ട് താൻ ഹെമിപാരപ്ലീജിക് ആയിട്ട് ഇരിക്കുകയാണ്, ഹെമിപ്ലീജിയായിട്ട് ഇരിക്കുകയാണ്. തന്റെ ഒരു വശം തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താന് വീൽ ചെയറിലായിരിക്കുകയാണ്. അങ്ങനെ ഈ ഞങ്ങളെ കൊണ്ടുപോയ ബ്രദർ അവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. കാരണം തന്റെ ഭാര്യ ആ ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തത്. അന്നേരം തന്റെ മകള് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ മകനെ സഹായിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഞങ്ങൾ അവരെ കടന്നു ചെന്നിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുകയും ഞങ്ങളെ വിടുവിച്ച സാക്ഷ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ബൈബിൾ എടുത്ത കുറെ വചനങ്ങളൊക്കെ അവനെ കൊണ്ട് വായിപ്പിച്ചു. ദൈവമക്കളെ, പഞ്ചാബിയായിരിക്കുന്ന ആ മനുഷ്യന്റെ ഹൃദയം ഹല്ലേലൂയ ഉരുകുന്നത് പോലെ, ഹല്ലേലൂയ സ്തോത്രം, ഹാലിലെ പാപബോധം ദൈവം നൽകുവാനിടയായിത്തീർന്നു. അവൻ കരഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു. അത് തന്നെയുമല്ല, അവൻ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ വീൽ ചെയറിൽ അവൻ ചാടി എഴുന്നേൽക്കുവാനും നടക്കുവാനും തുടങ്ങി. അത് തന്നെയുമല്ല, പിന്നെയുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും അവൻ കടന്നു വന്നു. അവൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദലായി തീർന്നു. അവന്റെ ഭാര്യ അവൻ സ്ട്രോക്ക് വന്നപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ്. എന്നാൽ അവന്റെ ഭാര്യ തിരിച്ചു വരയിടയായിത്തീർന്നു. എന്തിനാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്? എന്തിനാണ് ദൈവം നമുക്ക് അനുഭവം തരുന്നത്? ചില ജീവിതങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ, ചിലർക്ക് വിടുതൽ നൽകേണ്ടതിന് ഒക്കെയാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങള് അങ്ങനെ പല രാജ്യങ്ങളിൽ പോയ അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. ലെബനോൻ എന്ന രാജ്യത്ത് ഞങ്ങൾ പോയി. അത് ഒറ്റൊരു അറബ് രാജ്യമാണല്ലോ, ക്രിസ്ത്യൻ അറബ് രാജ്യമാണ് ലെബനോൻ. അവിടെ ഒത്തിരിയും സ്ഥലത്ത് ദൈവത്തിന്റെ വചനമായി നിൽപ്പാൻ, പ്രത്യേകിച്ച് അനേക റിഫ്യൂജി ക്യാമ്പുകളിൽ, സിറിയയിൽ നിന്ന് കടന്നു വന്ന അനേകം മുസ്ലിമുകളുടെ റിഫ്യൂജി ക്യാമ്പുകളിൽ വചനം പറയുവാനായിട്ട് ദൈവം അനേക അവസരം ഞങ്ങൾക്ക് നൽകി തന്നു. അതിന്റെ ഇടയിലാണ് ആ ദേവദാസൻ, ഒരു പ്രൊഫസറാണ്, ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ന് ശലോമോന്റെ സെഡാർ വെട്ടിക്കൊണ്ടുവന്ന ആ ലെബനോന്റെ തോട്ടം അവിടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ദേവദാരുവിന്റെ തോട്ടം കാണുവാൻ ഞങ്ങളെ ആ ദേവദാസൻ കൊണ്ടുപോയി. ഒരു മലയുടെ മുകളിലാണ്. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ പ്രൊഫസർ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു വിശ്വാസി ഭവനമുണ്ട്, അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനു മുന്നേ തന്നെ കർത്താവേ, അവിടെ അയക്കുക, ചില ജീവിതങ്ങളെ കൂട്ടിവരുത്തണമേ. ഞങ്ങൾ ഇവിടെ വന്നു, ചിലരെങ്കിലും രക്ഷിക്കപ്പെടുവാനിടയായി തീരണം. ഈ സെഡാർ വനം കാണാനൊന്നും അല്ലല്ലോ, ദേവദാരുവിന്റെ തോട്ടം കാണാനല്ലല്ലോ ഞങ്ങൾ വന്നത് എന്ന്. ദൈവമക്കളെ, ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ഹല്ലേലൂയ. ആ ഭവനത്തില് 4 പേര് അല്ലായിരുന്നു. പിന്നെ ഹല്ലേലൂയ, ഓരോ സമയത്ത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ചിലരെ അവിടെ ദൈവം കൂട്ടിവരുത്തി. ആദ്യം അവിടെ കുഞ്ഞുങ്ങളെ കൂട്ടുകാർ വന്നു. പിന്നീട് അവിടെ താമസിച്ച അദ്ദേഹത്തിന്റെ പെങ്ങളും കുടുംബം വന്നു. പിന്നെ വേറൊരു കൂട്ടുകാരുടെ കുടുംബം വന്നു. ഒന്നിനു പുറകെ ഒന്നായി ഒരു മീറ്റിംഗ് ഉള്ള ആൾ അവിടെ കടന്നു വരെ ഇടയായിത്തീർന്നു. ഞങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ ഞങ്ങളുടെ സാക്ഷ്യങ്ങളും വചനങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത അനേകർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഇടയായിത്തീർന്നു. ദൈവമക്കളെ, നാം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വാഞ്ചിയോടെ കടന്നു പോകുന്നുവെങ്കിൽ ആത്മാക്കളെ കൂട്ടിവരുത്തൊരു ദൈവമുണ്ട്. നാമല്ല ഇതൊന്നും ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവരൊക്കെയും കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ദേവദാസൻ നടത്തുന്ന ആ സഭയിലേക്ക് അവർ കടന്നു ചെല്ലാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ലൊരു വെളിച്ചമായി തീരാനാ.
നല്ലൊരു പ്രകാശമായി തീരാനാ, നല്ലൊരു ബലമുള്ള വൃക്ഷമായി തീരാനാ, ഒരു ഉപ്പായി തീരാനാ നമ്മൾ ആ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസങ്ങൾ ജീവിതങ്ങൾക്ക് വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മക്കളെ സ്തോത്രം. എന്റെ ഭവനത്തിലൊക്കെയും ഞാൻ ആദ്യപരമായിട്ടാണ് രക്ഷിക്കപ്പെട്ടത്. പിന്നീട് എന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ എന്റെ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നു. ഞങ്ങൾ ആ സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ വചനം കേട്ട അമ്മ പറഞ്ഞു, എനിക്കും യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടണമെന്ന് പറയാനിടയായി തീർന്നു. അങ്ങ് അമ്മയും സ്നാനപ്പെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അസുഖം വന്ന സമയത്താണ് എന്റെ അപ്പച്ചൻ കടന്നു വന്നത്. അപ്പച്ചനാണെങ്കിൽ അവിടുന്ന് തന്നെ യാക്കോബ പള്ളിയിൽ പോകുവാൻ റൈഡൊക്കെ ഒരുക്കിയിട്ട് കടന്നു വന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. അപ്പച്ചൻ ഹല്ലേലൂയ ബൈബിൾ എടുത്ത് സാക്ഷ്യം പറയുന്നത്, ഹല്ലേലൂയ ദൈവം എന്നോടുകൂടെ ആരാധനയ്ക്ക് വരുന്നതൊക്കെ എന്റെ ദർശനം കാണിച്ചു. ഞങ്ങൾ അന്നു മുതൽ ഉപവാസ പ്രാർത്ഥന അപ്പച്ചന്റെ പേര് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ അപ്പച്ചന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുക മാത്രമല്ല ഈ വചനം അപ്പച്ചനോട് പറയാൻ പറഞ്ഞു. ഞങ്ങള് ഒരു ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടില് 3 ആരാധനയാണ്. ഞങ്ങൾ പെന്തക്കോസ്ത് ചർച്ചിൽ പോകും. ആഴ്ചയുടെ പെങ്ങള് ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് എന്നെ നോക്കാൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആസി കാത്തലിക് ചർച്ചിൽ പോകും. എന്റെ അപ്പച്ചൻ യാക്കോബ ചർച്ചിലും പോകും. അങ്ങനെയായിരുന്നു. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും അപ്പച്ചൻ വരികയില്ലായിരുന്നു. എന്നാൽ ഒന്നിച്ച് ബൈബിൾ വായിച്ചപ്പോൾ, അത് ഓരോന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, മോളെ ഇതൊക്കെ ഞാൻ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചതാ, ഇതൊന്നും എനിക്ക് ഇങ്ങനെ മനസ്സിലായില്ല എന്ന്. എന്നാൽ രക്ഷകനായ കർത്താവിനെ ഏറ്റുപറയുവാനും പിന്നീട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുവാനും ദൈവം ഇടയാക്കി തീർത്തു. ദൈവമക്കളെ ഹല്ലേലൂയ, നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ സഹോദരങ്ങള് ചിലരൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതിനൊക്കെ വായിച്ചാനാണ് പ്രധാനമായി കാരണമായി തീർന്നത്. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ചില ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥന വെക്കുകയും അതുപോലെ അവരോടൊക്കെ സുവിശേഷം പറയുകയും ചെയ്തു. എന്റെ സഹോദരങ്ങൾ ചിലർ രക്ഷിക്കപ്പെടുവാന് ഹല്ലേലൂയ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അത്ഭുതമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ, അവൻ നമ്മളെ കൈവിട്ട് കളയത്തില്ല, ഉപേക്ഷിച്ച് കളയത്തില്ല. അവന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിയെടുക്കും. ക്യാൻസർ നിന്നെ കൊന്നുകളയത്തില്ല, പ്രതികൂലം നിന്നെ തകർത്ത് കളയത്തില്ല. ദൈവത്തിന്റെ കൈകളിൽ ഹല്ലേലൂയ ആശ്വാസമായി, മറ്റുള്ളവർക്ക് ആശ്വാസമായി, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവം നമ്മളെ ചിലപ്പോൾ ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ അവന്റെ കൈക്കീഴിൽ താനിരിക്കുക. ദൈവമക്കളെ സ്തോത്രം, സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സൗത്ത് കൊറിയക്ക് പോയ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സൗത്ത് കൊറിയയിൽ പോയപ്പോ ചിലപ്പോ അത് പറഞ്ഞു കാണുമായിരിക്കും. ഞങ്ങൾ 2 മണിക്കുള്ള ഫ്ലൈറ്റിനായിരുന്നു ന്യൂയോർക്കിൽ നിന്ന് സിയോളിലൊക്കെ ഫ്ലൈറ്റ്. എന്നാൽ 2 മണിക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നാൽ പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങള് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാ കൂടി വ്യാപരിപ്പിക്കുന്നു. ആ വചനമാണ് ആ എയർപോർട്ടിൽ നിന്നുകൊണ്ട് ഭാവിച്ചാൻ വിളിച്ചു പറയാൻ ഇടയായി തീർന്നത്. ദൈവമക്കളെ സ്തോത്രം, സ്തോത്രം. 9 മണിക്കുള്ള ഫ്ലൈറ്റിനാണ് ഞങ്ങൾ അന്ന് സൗത്ത് കൊറിയ സിയോളിലേക്ക് പോകാനിടയായി തീർന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തിനാണ് ദൈവം ഈ ഹല്ലേലൂയ സ്തോത്രം ഈ 2 മണിക്കുള്ള ഫ്ലൈറ്റിന് പകരം 9 മണിയുടെ ഫ്ലൈറ്റിന് ഞങ്ങൾ കയറ്റി അയച്ചതെന്ന്. കാരണം എന്താണെന്നോ, ഹല്ലേലൂയ ന്യൂയോർക്കിലെ സിറാക്കൂസിൽ നിന്നുള്ള ഒരു വിസിറ്റിംഗ് പ്രൊഫസർ യാത്ര ചെയ്തു ആ 9 മണിക്കുള്ള ആ ഫ്ലൈറ്റിലായിരുന്നു. അദ്ദേഹം ഒരു ശ്രീലങ്കൻ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഞങ്ങൾ എയർപോർട്ടിൽ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ അധികം ഇന്ത്യക്കാരൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് ഉള്ള കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ യോങ്ങിച്ചപ്പാസ് ചർച്ചിലൊക്കെ പോകണം, ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സാക്ഷിയായി തീരണം, ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹം, ഞങ്ങൾ വിശ്വാസത്തോടെ കടന്നു വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങളെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം രാത്രിയാണ് അവിടെ. അദ്ദേഹം പറഞ്ഞു,
എന്റെ കൂടെ പോന്നോളുക. എനിക്ക് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ മുറികളുണ്ട്, അതിലൊരു മുറി നിങ്ങൾ താമസിച്ച ഹോട്ടലൊന്നും എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സെൽഫോൺ ഞങ്ങൾക്ക് തെറിയിടയായിത്തീർന്നു. ഹാലിയ ദൈവമക്കളെ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൊറിയയിൽ കരുതുവാനും അനേക മീറ്റിംഗുകൾ ഒരുക്കുവാനും ആ ദൈവദാസിനെ ദൈവം ഒരുക്കിയത് കൊണ്ടാണ് 2 മണിയുടെ ഫ്ലൈറ്റ് ദൈവം തന്നെ ക്യാൻസലാക്കി 9 മണിയുടെ ഫ്ലൈറ്റിൽ ഞങ്ങളെ വിട്ടത്. പിന്നീട് അവിടെ പല യോങ്ങിച്ചോ പാസ്റ്ററുടെ ചേർച്ചില് പല സെൽ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്ത് തരാനും എല്ലാം ദൈവദാസിനെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ പോകുന്നതിന് മുമ്പ് ദൈവം എനിക്കൊരു ദർശനം കാണിച്ചായിരുന്നു. ആ കൊറിയൻ ഒരു കപ്പിള് ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതും ചില ചർച്ചകളൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഈജിപ്തിലെ മിശ്രമാരായിരുന്ന ഒരു അല്ലെങ്കിൽ കൊറിയൻ കപ്പിളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അവർ ഇംഗ്ലീഷ് അറിയുന്നവരാ. സാധാരണ സൗത്ത് കൊറിയയിൽ അധികം പേരൊന്നും ഇംഗ്ലീഷ് പറയുന്നതല്ല. എന്നാൽ ഇവർ ഇംഗ്ലീഷ് പറഞ്ഞ് ഞങ്ങൾ മിശ്രമാരാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷം. ആ ദൈവദാസിക്കും ദൈവം ഒരു ദർശനം കൊടുത്തു. ഒന്നും എന്താണെന്നോ, ബാവുച്ചായനെ ആ ദൈവദാസിക്ക് ദർശനത്തിൽ ഞങ്ങൾ വരുന്നതായിട്ട് കാണുവാൻ ഒരു ഫോറിൻ മിഷണറീസ് വരുമെന്നും അവരെ സഹായിക്കണമെന്നും തന്റെ ദാസിക്കും ദർശനമുണ്ടായി. നമ്മുടെ ദൈവം എത്രയോ അത്ഭുതത്തിന്റെ ദൈവമാണ്. നമ്മളെ കരുതുവാൻ അനേകർക്ക് ദർശനം കൊടുക്കുന്ന ദൈവം ഞങ്ങളെയും ദർശനം കാണിച്ചു, അവരെയും ദർശനം കാണിച്ചു. അപ്പോസ്തല പ്രവൃത്തികളില് പൗലോസിനോട് സംസാരിച്ച ദൈവം അനന്യാസിനോട് സംസാരിച്ചിട്ട് ആ അഡ്രസ് ഒക്കെ കാണിച്ചു കൊടുത്തതുപോലെ ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ആ ദൈവദാസൻ ഞങ്ങളെ ചില ചർച്ചകളൊക്കെ കൊണ്ടുപോകാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഒരു ബുധനാഴ്ച ഞങ്ങളൊരു ചർച്ചിൽ കൊണ്ടുപോയത് വലിയൊരു ചർച്ചിലാണ്. ആ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് തന്നെ 700 പേരോളം വന്ന് ആ ചർച്ചിലൊക്കെ സംസാരിപ്പാൻ ദൈവം വഴിയൊരുക്കി. ആ മിഷണറി കപ്പിളാണ് ഞങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ ദൈവദാസന്, അവിടുത്തെ ആ ചേർച്ചിന്റെ ദൈവദാസന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നാളെയും നിങ്ങൾ വരണം, എനിക്ക് നിങ്ങളൊരു ഭവനത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഭവനത്തിൽ പോകാനിടയാത്തുന്നു. ആ ഭവനത്തിലെ ആ കൊറിയൻ ബ്രദറിന് ആ പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു. ആ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നിട്ട് താനും ഇതുപോലെ ആ ദൈവത്തിലൊക്കെ ആശ്രയിച്ച് നേരത്തെ ചർച്ച വന്നുകൊണ്ടിരുന്നാണെങ്കിലും ഇപ്പൊ രോഗം വന്നപ്പം വല്ലാത്ത നിരാശയിലും ദുഃഖത്തിലുമാണ്. അദ്ദേഹം കർത്താവിനെ ആരാധിക്കുന്നത് വിട്ടുകളഞ്ഞ് പിറുപിറുപ്പിലിരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലത്തേക്കാണ് ഞങ്ങളെ ദൈവം കൊണ്ടുപോയത്. ദൈവമക്കളെ, ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് അയച്ചാൽ ചെയ്യുന്നെല്ലാം ദൈവമല്ലേ. ദൈവം ഹല്ലേലൂയ ഞങ്ങളിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ദൈവാത്മാവ് ഇടപെടുകയും ചെയ്തു. അവന് വലിയൊരു മാനസാന്തരത്തിന്റെ അനുഭവം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. പിന്മാറ്റത്തെ ദൈവം ചികിത്സിച്ച് സുഖപ്പെടുത്തുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവനെ ദൈവം ചികിത്സിച്ച് സുഖപ്പെടുത്തി. അവൻ പിന്നെ ചർച്ചിലേക്ക് കടന്നു വന്നു. ചില മീറ്റിങ്ങുകൾക്കൊക്കെ പിന്നെ അവനും കടന്നു വരാനിടയായി തീർന്നു. അവനെ ദൈവം റീഇൻസ്റ്റേറ്റ് ചെയ്തു. നമ്മുടെ ദൈവം എത്ര അത്ഭുതത്തിന്റെ ദൈവമാണ്, അതിശയത്തിന്റെ ദൈവമാണ്. അവൻ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഓ റീബാന ശബ്ദരേഖനാരബര ശബ്ദരേഖന അലേഖ. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് വിടുവിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മള് രോഗത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കണം. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ആ തട്ടാന് പൊന്നിരിക്കുമ്പോൾ ആ തട്ടാന്റെ കണ്ണുകൾ ആ പൊന്നിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ ആ വേദനയിലൂടെ, കഷ്ടത്തിലൂടെ, തീയിലൂടെ കടന്നു പോകുന്ന ദൈവമൈതലേ, നിന്റെ മേൽ കർത്താവിന്റെ നോട്ടമുണ്ടെന്ന് മറന്നു പോകരുത്. പാകമാകുമ്പോൾ അവൻ പുറത്തെടുക്കും. ഹല്ലേലൂയ. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ട് എല്ലാവരും കൂടാടിക്കൊണ്ടിരിക്കും. അവൻ നമ്മളെ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതവാനും അതിശയവാനുമാണ്. അനേക രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള്, റഷ്യയില്, ഹല്ലേലൂയ സ്തോത്രം, മലേഷ്യയില്, സിംഗപ്പൂരിലൊക്കെ കടന്നുപോകാൻ ഇടയായി തീർന്നു. ഒരിക്കൽ ഞങ്ങള് മലേഷ്യയിൽ കടന്നുപോയി. മലേഷ്യക്ക് കടന്നുപോയപ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ഞാനിങ്ങനെ മുന്നേ കടന്നുപോയി, വാച്യം പുറകിലും. അത് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മുന്നിൽ നടന്നുപോയി. എന്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഒരു കാട്ട് കൊണ്ടുവന്ന്
തള്ളിക്കൊണ്ട് എന്റെ കാലേലേക്ക് അങ്ങ് ഉണ്ടിവെച്ചു. നോക്കണം ദൈവമക്കളെ, അത് ഒത്തിരിയും ലഗേജ് ഉള്ള, വലിയ ഭാരമുള്ള ലഗേജ് കൊണ്ട് അദ്ദേഹത്തിന്റെ കാലൊന്നും കാണാനില്ല, പറ്റിയില്ല. ആ മലേഷ്യൻ ബ്രദറിന് അദ്ദേഹത്തിന്റെ ആ വലിയ ഭാരമുള്ള കല്ല്, ആ കാർട്ട് എന്റെ കാലിന്മേൽ ഉരുട്ടിവെച്ചു. ഞാൻ ഉറക്ക വേദന കൊണ്ട് പുളഞ്ഞ് കരഞ്ഞു. ഞാൻ ബാഴ്ചേന അപ്പൊ തന്നെ അത് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹവും ബാഴ്ചത് മാറ്റി. ഞാൻ വിചാരിച്ചു, അയ്യോ മലേഷ്യക്ക് ദൈവവചനത്തിന് വേണ്ടി വന്നിട്ട് തിരിച്ചിപ്പോൾ വീൽ ചെയറിൽ പോകേണ്ടി വരുമല്ലോ, ഇവിടെ ഡോക്ടറെ അടുത്ത് പോയി പ്ലാസ്റ്റർ ഒക്കെ ഇടേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ രക്തത്താല് മുദ്രയിട്ട് ബാഴ്ചം പ്രാർത്ഥിക്കാനിടയായി തീർന്നു. നമുക്ക് ഹല്ലേലൂയ അങ്ങ് പ്രതിസന്ധികൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദൂതൻ അത് മാറ്റുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ദൂതന്റെ കൈയെ അടിയിൽ വെച്ചത് കൊണ്ടായിരിക്കാം അപ്പോൾ അല്പം വേദന തോന്നിയെങ്കിലും ഹല്ലേലൂയ പിന്നെ കാറിൽ കയറി. അന്ന് ഞാൻ വളരെ ഒക്കിക്കുത്തിയാണ് കാറിൽ കയറിയ ദൈവദാസൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നപ്പോ കയറിയത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കാര്യമേ മറന്നു പോകത്തക്ക രീതിയിൽ ദൈവം തൽക്ഷണം സൗഖ്യം നൽകി. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദൈവമാണ് ഇന്നും ജീവിക്കുന്നത്. അവിടെ നിന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രോഗത്തിന്റെ കഷ്ടത്തിന്റെ വേദനയിലൂടെ കടന്നുപോയപ്പോൾ എത്രയോ കാര്യങ്ങളിലാണ് ദൈവം ഞങ്ങളെ വിടിവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ജോലിയിലൊക്കെ അനേക അത്ഭുതങ്ങൾ കാണാൻ ഇടയായി തീർന്നു. ഞാൻ ജോലിയിലൊക്കെ പലർക്ക് ട്രാക്ട് കൊടുക്കുകയും ബൈബിൾ കൊടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തു. എന്റെ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് അവര് ഒരു കൊക്കേഷൻ ലേഡി ആയിരുന്നു, വൈറ്റ് ലേഡി ആയിരുന്നു. അപ്പൊ അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നാലും ഞാനിങ്ങനെ സൗമ്യതയോടെ ഒക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നാം നല്ല ജോലിയിലൊക്കെ നല്ല സാക്ഷ്യം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവരൊക്കെ നമ്മളെ വാച്ച് ചെയ്യും. നമ്മൾ പറയുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുവാനിടയായിത്തീരും. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ പലയോട് പറഞ്ഞിട്ട് എന്റെ കൂടെ ജോലി ചെയ്ത, ആ വീക്കെൻഡിൽ ജോലി ചെയ്ത 4 നഴ്സസും രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഒരാളൊരു പോർട്ടറിക്കനായിരുന്നു, ഒരാൾ മെക്സിക്കൻ ആയിരുന്നു, ഒരാളൊരു ഫിലിപ്പീൻ ആയിരുന്നു, ഒരാളൊരു ബ്ലാക്ക് ലേഡി ആയിരുന്നു. അവർ 4 പേരും രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായിത്തീർന്നു. എന്നാൽ ഈ സുസെറ്റ് എന്ന് പറയുന്ന എന്റെ സൂപ്പർവൈസർ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ പലപ്പോഴും അവളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം സ്ത്രീ അത് കൈക്കൊണ്ടില്ല, ആ ബോസ് അത് കൈക്കൊണ്ടില്ല. എന്നാൽ ഒരിക്കൽ അവൾക്ക് വല്ലാത്ത അസുഖം വന്നു. ആ രോഗം വന്നത് മറ്റൊന്ന് വളരെ ഒരു ഹാർട്ട് സർജറിയിലൂടെ അവൾ കടന്നുപോയപ്പോൾ അവളുടെ ശരീരത്തിൽ സെപ്സിസ് വരുവാനിടയാത്തിരുന്നു. വലിയ പഴുപ്പ് അവളുടെ ശരീരത്തെ അക്യുമുലേറ്റ് ചെയ്തു. ഞാൻ പറയട്ടെ, അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അസാധ്യമാണ് അമേരിക്കയിൽ എങ്ങനെ സംഭവിക്കുമോ എന്ന്. 1 ലിറ്റർ പസ്സാണ് അവളുടെ ആ പെരിട്ടോണിയത്തിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്തെടുത്തത്. പെട്ടെന്ന് തനിക്ക് പിന്നീട് സ്ട്രോക്ക് വന്നു. അവളെ പിന്നെ അൺകോൺഷ്യസ് ആയി. ഞാൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, പല പ്രാവശ്യം വിശേഷം പറഞ്ഞുവെങ്കിലും അവൾ കർത്താവിനെ സ്വീകരിച്ചില്ലല്ലോ. യേശുപ്പ, അവിടുത്തെ ഹിതമെങ്കിൽ അവളെ സൗഖ്യമാക്കണമേ. ഞാനും വേറൊരു സഹോദരിയും ഭാവിച്ചാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ എന്നാണ് നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കൂ ദൈവമക്കളെ. രോഗികൾ സൗഖ്യമായി തീരുവാൻ പ്രാർത്ഥിക്കൂ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രതിബന്ധങ്ങൾ മാറിപ്പോവാൻ പ്രാർത്ഥിക്കൂ ദൈവമക്കളെ. ഹല്ലേലൂയ. രോഗം മാറുവാൻ, ചിലരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കൂ. മരണം മാറുവാൻ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ അൺകോൺഷ്യസ് ആയിരുന്ന ആളോട് എങ്ങനെ സുവിശേഷം പറയും? ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോയിട്ട് കേട്ടിട്ടുണ്ട്, കേൾവിയാണ് അവസാനം നഷ്ടപ്പെടുന്നത്, ചെവിയിൽ മന്ദമായിട്ട് പറയാം എന്നൊക്കെ ഓർത്ത് ഞങ്ങള് ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. നിമക്കളെ, അവിടെ ചെന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ സൂപ്പർവൈസർ കണ്ണു തുറന്നു. അവരോട് ഹല്ലേലൂയ ഞാൻ ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അവള് പറഞ്ഞു, എൽസി. ഹല്ലേലൂയ. when did you come? എപ്പോഴാണ് വന്നത്? അവർക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. പറഞ്ഞാട്ടെ എൽസി, പ്രാർത്ഥിച്ചാട്ടെ എന്നൊക്കെ പറയുവാൻ, യു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു എൽസി. ഹാലേ, ഐ ആം ഗ്ലാഡ് യു കെയിം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് അതേ ഹല്ലേലൂയ സുസെറ്റിനോട് വചനം പറയുവാനും സാക്ഷ്യങ്ങൾ പറയുവാനും തുടങ്ങി. ഹാലയില് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു.
അവൾ കർത്താവിനെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ചു. എന്നോട് പറഞ്ഞു, when you pray slowly so I can follow you. Dear children of God, she accepted the Lord. Hallelujah. പിന്നീട് അവളുടെ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവള് ബില്ലൊക്കെ എഴുതി വെച്ച് മരിക്കാൻ കാത്തു കിടന്നവളാണ്. അവിടുന്ന് രോഗക്കിടക്ക് വിട്ടെഴുന്നേറ്റ് ദൈവം അവളെ സൗഖ്യമാക്കി റീഹാബ് സെന്ററിലേക്ക് പോകുവാനിടയായി തീർന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞ് വീണ്ടും ആ മകൾക്ക് ഒരു പാർട്ടിയൊക്കെ കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ എൽസി, അന്ന് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എന്റെ ഡോക്ടറിലേക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്കും നല്ല സുഖമില്ല, ബ്രസ്റ്റ് ക്യാൻസർ ആന്ന് പറഞ്ഞു. മക്കളെ, അവൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്, അതിശയത്തിന്റെ ദൈവമാണ്. ചില ജീവിതങ്ങളെ വിടുവിപ്പാൻ നിന്റെ പ്രാർത്ഥനയാൽ, ഹല്ലേലൂയ, നിന്റെ ജാഗരണത്താൽ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. അതുപോലെ തന്നെ അയൽക്കാരൊക്കെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടുകാർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ അന്നൊക്കെ ബില്ല് 20 വർഷം മുമ്പൊക്കെ ബില്ലുകൾ ഇങ്ങനെ അയക്കുമ്പോഴൊക്കെ അതിലെ ട്രാക്ട് വെച്ച് അയക്കുമായിരുന്നു. അതുപോലെ നാട്ടിലുള്ള ബന്ധുക്കൾക്കൊക്കെ ഞാൻ ചില ക്രിസ്ത്യൻ ട്രാക്റ്റുകളല്ല, ചില മാഗസിൻസ് ഒക്കെ അയക്കുമായിരുന്നു. അങ്ങനെ പലരും അവിടെ ആ വചനൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഒരിക്കല് സ്തോത്രം, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് BSc നഴ്സിംഗിന് പഠിക്കാൻ ഇടയായിത്തീർന്നത്. അവിടെ എൻ്റെ ഒരു ഹല്ലേലൂയ സ്തോത്രം, എന്റെ ഒരു ആന്റിയുടെ മക്കള് താമസിച്ചിരുന്നു. അവരിടയ്ക്ക് എന്നെ കാണാൻ വരികയും അവരുടെ ഭവനത്തിലൊക്കെ ഞാൻ ഇടയ്ക്ക് കടന്നു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ അവരുടെ മകന് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ വന്നു. അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചില ദൈവദാസന്മാരുടെ ഭവനത്തിലേക്ക് അയച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വളരെ പ്രത്യാശയോടെ വാങ്ങിപ്പോകാനിടയായിരുന്നു. അതിനോടനുബന്ധിച്ച് അവരുടെ പിതാവും മാതാവും വളരെ നിരാശയിലായി. എന്നാലും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വിളിച്ച് അവരെ ഉത്സാഹിപ്പിച്ചു. വചനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവരതൊന്നും അന്ന് ഏറ്റെടുക്കാനിടയായിത്തീർന്നില്ല. എന്നാൽ ഞങ്ങൾ മടുക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചിലൊരു സഹായമൊക്കെ അവർക്ക് അയച്ചുകൊണ്ടിരുന്നു. മക്കളെ, അവരുടെ വിഷമത്തിലിരിക്കുമ്പോൾ, സങ്കടത്തിലും അവരെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആശ്വാസ വചനങ്ങൾ പറയുന്നതും അവരൊരിക്കലും മറന്നു കളയത്തില്ല. പ്രത്യേകിച്ച് കഷ്ടത്തിലിരിക്കുന്നവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. ദൈവം നമ്മളെ കുറിച്ചും കഷ്ടത്തിൽ അടുത്ത തുണയായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരെ സഹായിക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഹായിച്ചു. ഞങ്ങൾ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവർ കുടുംബമായിട്ട് ഞങ്ങളെ കാണുവാൻ വന്നു. സാധാരണ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നതാണ്. അന്ന് അവർ വന്ന ദിവസം ഞങ്ങൾ ഒരിടത്തും പോകാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ അവരോട് സുവിശേഷം പറയുവാനും അവർ കർത്താവിനെ സ്വീകരിക്കുവാനും ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, അവർ പറഞ്ഞത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ഇങ്ങനെയാണ്. പിന്നീട് അവരുടെ ഭവനത്തിലേക്ക് ചില ദൈവദാസന്മാരെ അയക്കുവാൻ, അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയോട് ചേരുവാനിടയായിത്തീർന്നു. അന്ന് ഒരു ഹല്ലേലൂയ വലിയ നിയോഗത്തോടെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. കാരണം എന്താണെന്ന് പറയട്ടെ. അവര് പറയുകയാണ്, ആ മകന്റെ വേർപാട് അവർക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയാത്ത ആ യാക്കോബ് കുടുംബം ഇങ്ങനെ ചിന്തിച്ചാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്, വിഷം കഴിച്ച് വിഷം വാങ്ങി ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കളയും, ആത്മഹത്യ ചെയ്യും എന്നവർ വിചാരിച്ചു. അതിന്റെ ഇടയിൽ അവരോട് ആരോ സംസാരിക്കുകയാണ്, വയനാട്ടിൽ നിന്ന് തൃശ്ശൂര് വന്നിരിക്കുന്ന എൽസി ഒന്ന് പോയി കാണാൻ. എന്താണ് എന്നെ കാണുവാൻ കാരണമെന്ന് ഞാൻ പറയട്ടെ. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവത്തിന് അവരെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അങ്ങനെ അവർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും അവരെ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്തു. ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്. ചിലരെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാൻ നോക്കിയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ എന്തിനു കൂടെ രക്ഷ പ്രാപിക്കും. നമ്മൾ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുഴു കുടുംബങ്ങളും രക്ഷിക്കപ്പെടുവാൻ ഒടുവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉപയോഗിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, അനേകർക്ക് ട്രാക്ട് കൊടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഞാൻ ജോലിയിൽ വെച്ച് പലർക്കും ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഞാൻ
എപ്പോഴും എന്റെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഒരു വേറെ യൂണിറ്റിന്റെ പുറത്തിരുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ട് കൊടുക്കും. അപ്പൊ മാറി മാറി കൊടുക്കും, കാരണം എന്നും ഒരു ട്രാക്ട് കൊടുത്താൽ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത് പല ട്രാക്റ്റുകൾ കൊടുത്തു. അപ്പൊ ഇടയ്ക്ക് അവനോട് 1-2 പ്രാവശ്യം അവസരം കഴിച്ച് വിശേഷം പറയാനിടയായി തീർന്നു. അവൻ മൂളി കേട്ടു, അത് വിശ്വസിച്ചതായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് അവൻ അധികം താമസിയാതെ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം അവന് തിരിച്ചു വന്നു എന്നെ കാണുവാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൽസി, യു റിമെമ്പർ യു ഗേവ് മീ ദ ട്രാക്ട്സ്. Those are the tracts that hallelujah, the Bible literature brought me back to God. അവൻ പറഞ്ഞു, അവൻ ചെറുപ്പത്തിലെ ആ ചർച്ചിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ വലുതായപ്പോൾ അവൻ ആ ചർച്ചിൽ നിന്ന് ഹല്ലേലൂയ കുറെ തെന്നി മാറി അവന്റെ ഇഷ്ടം പോലെ ജീവിക്കുമായിരുന്നു. എന്നാൽ ആ ട്രാക്റ്റുകളും ആ ദൈവവചനം കേട്ടതും ഒക്കെ അവനെ വീണ്ടും ചർച്ചിലേക്ക് കടന്നുപോകാനിടയാക്കി തീർത്തു. അവന്റെ മകനെയും അവൻ ആ ചർച്ചിൽ കൊണ്ടുപോയി. ആ മകൻ ഹല്ലേലൂയ അവൻ മകനോട് ഇങ്ങനെ പറഞ്ഞെന്ന്, ഈ ചർച്ചിൽ ഞാൻ നിന്നെ കൊണ്ടുവരുന്നത് യേശുവിനെ നീ പിൻപറ്റിക്കൊള്ളണം. ഈ പല ബ്ലാക്ക് അമേരിക്കൻ പീപ്പിളും ഹല്ലേലൂയ ജയിലിലൊക്കെ പോയി ഹല്ലേലൂയ മാതാപിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, നിനക്കൊരു നൽവഴി ഞാൻ കാണിച്ചു തരികയാണ്. ഇത് നിന്റെ അവസരമാണ്. നിനക്ക് തിരഞ്ഞെടുക്കാം. ഇടുക്കമുള്ള വഴി അത് യേശുവിന്റെ വഴിയാണ്. വിശാലമായ വഴി നാശത്തിലേക്കുള്ള വഴിയാണ്. നീ ഏത് തിരഞ്ഞെടുക്കുമെന്ന് അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അവന് ഹല്ലേലൂയ അന്ന് മകനുമായിട്ട് വന്നേ. ആ മകന് ഹല്ലേലൂയ കാണാൻ നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അവൻ അവിടെ ഒരു ഹല്ലേലൂയ പാസ്റ്ററായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അത് എന്നെ കാണിക്കുവാൻ, അതിന്റെ മുഖാന്തരമായി തീർന്നത് കൊടുത്ത ട്രാക്റ്റുകളാണെന്നും അന്ന് പറഞ്ഞ വചനങ്ങളാണെന്നും പറയുവാനാണ് അവൻ വന്നത്. അവൻ ഹല്ലേലൂയ സെമിനാരിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് എന്നെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ മിനിസ്റ്ററായി തീർന്ന, പാസ്റ്ററായി തീർന്ന ഒരു ചെറുപ്പക്കാരനെ, അവൻ പിന്മാറിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അന്ന് കൊടുത്ത ട്രാക്റ്റുകളും അന്ന് കൊടുത്ത വചനങ്ങളും അവന് ദൈവത്തിലേക്കും ചർച്ചിലേക്കും കൊണ്ടുപോയിട്ട് അവന്റെ മകനും രക്ഷ പ്രാപിപ്പാൻ നല്ലൊരു ദൈവദാസനായി തീരുവാനിടയായി തീർന്നു. ദൈവമക്കളെ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളെ രക്ഷിച്ചത് അനേക രക്ഷിക്കുവാനാ. ദൈവം നമ്മളെ ഓർഡൈൻ ചെയ്തത് അനേകർക്ക് സാക്ഷിയായി തീരാനാ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നത് നാം വിറ്റ്നസ്സായി തീരുവാനാണ്. ഹല്ലേലൂയ, അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന്, അനേകർക്ക് ആശ്വാസമായി തീരേണ്ടതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ ഒത്തിരി ഹല്ലേലൂയ ഹിന്ദുക്കളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് അനേക ക്യാൻസർ പേഷ്യന്റിനെ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഹല്ലേലൂയ പല സ്ഥലത്ത് വിളിച്ചു. പല കോവർക്കേഴ്സ് ഫിലിപ്പീൻസിലെ, കാനഡയില്, കൊറിയയില്, അങ്ങനെ പോർട്ടുഗലില്, മെക്സിക്കോയിലൊക്കെ വിളിക്കുവാനിടയായിത്തീർന്നു. ഓസ്ട്രേലിയയിലുള്ള ജീവിതങ്ങളോട് വിശേഷം പറയാൻ ഫോണില് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നാൽ അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. എല്ലാ ദൈവത്തിന് മഹത്വം. ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്, നമ്മളല്ല. ഒരു മാനപാത്രം മാത്രം. If you are available, the Lord is willing to use you. If you are available, Lord hallelujah will bring victory in our life. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം സ്തോത്രം. അങ്ങനെ അനേക അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഫ്രണ്ട്, ഞാൻ അറിയുന്ന ഒരു ഡോക്ടറാണ്, അവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. അവര് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൽസി, ഒന്ന് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവരൊരു കാർഡിയോളജിസ്റ്റ് ആണ്. പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന് ഞാനൊരു നഴ്സും. എന്നാൽ ദൈവമക്കളെ, ഞാൻ അവരോട് സംസാരിക്കാനിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വന്ന ക്യാൻസർ ദൈവനെ വിടിവിച്ചു എന്ന് പറയാനിടയായി തീർന്നു. അവരതൊക്കെ ശ്രദ്ധ വെച്ച് കേട്ടു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ കാണാൻ വരട്ടെ, എപ്പോൾ വേണേയും വരാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഒരു ബൈബിളൊക്കെ കൊണ്ടാണ് പോയത്. ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ബൈബിൾ കൊണ്ടുപോയി ചില വാക്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി അതൊക്കെ അവരെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിച്ചു. അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, കണ്ണുണ്ടായിട്ടും കാണാത്തതും, കാതുണ്ടായിട്ടും കേൾക്കാത്തതും, വായുണ്ടായിട്ടും സംസാരിക്കുന്ന ഊമ വിഗ്രഹങ്ങളെല്ലാം നമ്മെ സ്നേഹിച്ച യേശുവുണ്ട്. താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങിയെന്ന് മനുഷ്യരൂപമെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ യേശുവിനെ സമർപ്പിക്കുന്നുവെങ്കിൽ യേശു നിന്നെ രക്ഷിക്കും, നിന്റെ ആത്മാവിനെ രക്ഷിക്കും, നീ സ്വർഗത്തിൽ പോകാനിടയായിത്തീരുമെന്ന് പറഞ്ഞു. അവര് യേശുവിനെ സ്വീകരിച്ചു കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവര്
പിന്നീട് രോഗത്ത് കൂടി മൂർച്ഛിച്ചൊക്കെ നിന്നെങ്കിലും എന്ന് ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കും. പിന്നെ രോഗക്കിടക്കയില് മൂർച്ഛിച്ച് കിടന്നപ്പോൾ ഭർത്താവ് എന്നോട് വിളിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അന്ന് അവർ ഭക്ഷണമൊക്കെ കഴിക്കാതെ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവരെന്റെ കൈ മുറുക്കി പിടിച്ചിട്ട് എന്നെ വിടാതെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു, യേശു നിന്റെ രക്ഷിതാവാണ്, യേശുവിന്റെ പൈതലാണ്, ഈ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ദൈവത്തിന് വിടുവിക്കാൻ കഴിയും, എന്നാൽ അതും ഒരു വിടുതലാണെന്നൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എന്റെ കൈ സ്ക്വീസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നു. ആ ഭർത്താവിനോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, ഈ ഡോക്ടർ രാജലക്ഷ്മി അനേകരോട് സുവിശേഷം പറഞ്ഞു. സാൻ ഫ്രാൻസിസ്കോ എന്ന് വന്ന തന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഡോക്ടറോട്, തന്റെ അനിയത്തി ബാംഗ്ലൂരിൽ വന്ന അനിയത്തിയോട്, തന്റെ മക്കളോടൊക്കെ സുവിശേഷം പറഞ്ഞു എന്ന് പറയാനിടയായിത്തീർന്നു. ദൈവമക്കളെ, താൻ മരിച്ചു പോയെങ്കിലും കിട്ടിയ സമയം ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ സുവിശേഷിക്കുവാൻ ആ ഹിന്ദുവായ ആ സഹോദരി സമയമെടുത്തു. പിന്നീട് ഹല്ലേലൂയ ഒന്നും ഭക്ഷണം കഴിക്കാതെ കിടന്ന ആള് ഭക്ഷണം കഴിക്കുവാനും പിന്നീട് താഴത്തെ മുറിയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങള് മുകളിലും മുറിയിലൊക്കെ പോയാണ് തന്നെ മകളെ കണ്ടത്. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം താഴെ മുറിയിലേക്ക് ഇറങ്ങി വരുവാനൊക്കെ ഇടയായി തീർന്നു. ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്, അതിശയത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഒരു വചനം വായിച്ചിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഷ്ടത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മളെ തൊട്ടിലാട്ടുന്ന ദൈവം, നമ്മളെ കൈവിടാത്ത ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം. ഹല്ലേലൂയ വലിയ ഒരു വെള്ളത്തിൽ അകപ്പെട്ടതുപോലെ ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ സ്തോത്രം വലിയ ഒരു ഫ്ലാഷ് ഫ്ലഡിങ്ങില് പെട്ട പോലെ ദൈവം എന്നെ ഒരു കാഴ്ച കാണിക്കുകയുണ്ടായി. ഹല്ലേലൂയ ഞാൻ രോഗത്തിന് മുമ്പ് ഇതില് ഞാനും എന്റെ ഹസ്ബൻഡും ഒരു വലിയ ഫ്ലാഷ് ഫ്ലഡിങ്ങിൽ പെട്ടു. അന്നേരം ഞങ്ങൾ ഒരു വഞ്ചി തുഴയാണ്. എന്നാൽ അത് കുത്തൊഴുക്കിൽപ്പെട്ട് വല്ലാതെ ഒഴുക്കിൽ പോയി ഞങ്ങൾ മുങ്ങിത്താണാൻ പോകുന്നത് പോലെ ഒരു കാഴ്ച കാണിച്ചു. എന്നാൽ ഹല്ലേലൂയ യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ താഴേക്ക് ഒരു ഹല്ലേലൂയ സ്തോത്രം പാലം പോലെ വന്നിട്ട് ആ പാലത്തിന്മേലേക്ക് ഈ വള്ളം കയറുകയും പിന്നീട് ഞങ്ങള് നടന്ന് സ്റ്റെപ്പ് കയറി പോകുന്നൊക്കെ ആയിട്ട് കാഴ്ച കാണിച്ചു. അതുപോലെ ദൈവം എന്നെ കാണിച്ച മറ്റൊരു കാഴ്ചയായിരുന്നു, ഒരു റേസ് ട്രാക്കില് നിന്ന് അനേകർ ഓടുകയാണ്. എന്റെ കൂടെ പഠിച്ചവരൊക്കെ നിൽക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. അവരൊക്കെ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഓട്ടത്തിന്റെ വിസിൽ വന്നപ്പോൾ എല്ലാവരും ഓടുകയാണ്, ഞാനും ഓടുന്നു. പലരും പകുതി വെച്ച ഓട്ടം നിർത്തിയെങ്കിൽ ഞാൻ ഓട്ടം ഓടി തികച്ചു. നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മളെ ഓട്ടം ഓടി തികയ്ക്കാൻ വിളിച്ചവനാണ്. നമ്മളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം തികയ്ക്കാൻ സർവശക്തനാണ്. ഒരു വാക്യം വായിക്കട്ടെ, ഹല്ലേലൂയ 2 Corinthians 5:15 ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, ആ ജീവിച്ചതിന് അവരവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മരിച്ചവന് വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ഹല്ലേലൂയ ഇന്ന് ജീവിതം സമർപ്പിക്കുവാൻ നീ തയ്യാറാകുന്നു. ഹല്ലേലൂയ അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. നമ്മുടെ വീട്ടില് ഫ്രിഡ്ജ് ഉണ്ടല്ലേ, അതില് ഫ്രിഡ്ജില് ഭക്ഷണം വെക്കും. നമ്മുടെ വീട്ടില് മിക്സി ഉണ്ട്, മിക്സി ഭക്ഷണം അരയ്ക്കാൻ ഉപയോഗിക്കും. പാത്രം നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കും. എന്നാൽ ആ ഫ്രിഡ്ജിനായിട്ട് തന്നെ ഒന്നും അത് ചരതിച്ച് വെക്കുന്നില്ല. ആ പാത്രം അതൊരു പാത്രമായി തീരുകയാണ്, നമുക്ക് ഉപയോഗമുള്ള പാത്രമായിട്ട്. മിക്സി നമുക്ക് ഉപയോഗമുള്ള പാത്രമായി തീരുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പേർട്രി നമുക്ക് പേര് തരുന്നുണ്ട്. നാം ഹല്ലേലൂയ അത് നമുക്ക് ബലം തരുന്നു. അതുപോലെ മരിച്ചവനായ യേശുവിന് വേണ്ടി ബലവത്തായി തീരുവാൻ, ബലമുള്ള വൃക്ഷമായി തീരുവാൻ, നിലനിൽക്കുന്ന ബലമുള്ള വൃക്ഷമായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെ, പാരീസില് ഒരു പ്രതിമയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധ കാലത്ത് പാരീസിൽ ഒരു ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധ കാലത്ത് തന്റെ കൈകൾ
ബോംബ് വീണപ്പോൾ അറ്റുപോയി. പല ശില്പികളും ആ കൈകൾ അവിടെ തുന്നിപ്പിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആർക്കും അത് സാധ്യമായില്ല. അന്നേരം അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി, ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യുവേഴ്സ്. എനിക്ക് കൈകളില്ല, എന്നാൽ നിങ്ങളുടേതാണ് എന്റെ കൈകൾ എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവമക്കൾ, നമ്മളെ ഓരോരുത്തരെയും ദൈവം അവന്റെ കൈകളായി, അവന്റെ കാലുകളായി, അവന്റെ നാവുകളായി, ഹല്ലേലൂയ, അവന്റെ ഹൃദയം വാഞ്ചയുള്ളവരായി തീരുവാൻ വിളിച്ചിരിക്കുകയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയുമോ യേശുവിനെ കുറിച്ച്? നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുമോ? അവന്റെ വരവടുത്തു, അവനെ ഹല്ലേലൂയ കാഹളധ്വനി കേൾക്കുവാൻ കാലമായി. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സമയമായി, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയമായി, അനേകർക്ക് വേണ്ടി ഇടിനിൽപ്പാൻ സമയമായി, അനേകരോട് സുവിശേഷം പറയാൻ സമയമായി. സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. ആ പ്രമിദീവയുടെ അടിയിൽ എഴുതി വെച്ചതുപോലെ, ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യോഴ്സ്. ദൈവം നമ്മളെ അവന്റെ കൈകളായി, അവന്റെ കാലുകളായി വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് അവന് വേണ്ടി സമർപ്പിക്കാം. അവൻ നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഈ അവസരം തന്നതിനായി ഞാൻ ദൈവദാസിക്കും എല്ലാ പ്രേക്ഷകരും നന്ദി പറയുന്നു. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവിന്റെ ദാസി, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയം ചിലവഴിച്ചതിനും ജീവിതത്തില് കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനും കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയതിന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവദാസിയെ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനും അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു നാഥ. ഈ വചനം കേൾക്കുന്ന, ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. താണഭൂമിയിലേക്ക് സകലവും വിട്ട്, ഹല്ലേലൂയ, സകലം ഒഴിഞ്ഞു വെച്ച് അങ്ങയുടെ പദവി വിട്ട്, അങ്ങയുടെ പൊസിഷൻ വിട്ട്, ഹല്ലേലൂയ, അങ്ങയുടെ പവർ വിട്ട് ഇറങ്ങി വന്ന നാഥ, അങ്ങ് ആ പിതാവിനോട് അനുസരണമുള്ളവനായി, താഴ്മയുള്ളവനായി ക്രൂസിൽ മരിച്ചത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാകുന്നുവല്ലോ. വചനം കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് അങ്ങ് ഇടപെടണമേ. അവരുടെ ഹൃദയം അങ്ങേക്ക് വേണ്ടി സമർപ്പണം ചെയ്യുവാൻ, അവരുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പണം ചെയ്യുവാൻ, അവരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കി ഇടയാകണമേ. രോഗികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അടിയ വേണ്ടി കർത്താവേ, അശോനെ കസ്തൂരാമനിയാരകെ അരത്തെ രഖണ്ഡരാധുനാ ജഗനീതലഘ. ഹല്ലേലൂയ. വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ഇപ്പോൾ നീട്ടി ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബ ജീവിതങ്ങൾ തങ്ങളുടെ കുടുംബജീവിതം പണിയുമാറാകണം. രോഗികളെ സൗഖ്യമാക്കണം. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം. കർത്താവിന്റെ നാമം ഉയരുമാറാകണം. ഈ ജോയ്സ് ടിവിയിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ ഇടയായി തീരുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അങ്ങയുടെ കൃപയാപരിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസി, കർത്താവ് സഹായിക്കട്ടെ.